ഒരു ഗ്ലാസ് വെള്ളം കുടിക്കുമ്പോൾ 6 നിയമങ്ങൾ പാലിച്ചുകൊണ്ടാണ് സത്യവിശ്വാസി വെള്ളം കുടിക്കുന്നത്. ആ 6 നിയമങ്ങൾ കേവലം ഒരു മുസ്ലിമീങ്ങൾ തമ്മിലുള്ള ഐഡന്റിറ്റിക്ക് വേണ്ടി ഉണ്ടാക്കിയതല്ല. നേരെ മറിച്ച് മനുഷ്യനെ സൃഷ്ടിച്ച സട്ടാവ്, വെള്ളത്തിന്റെ സട്ടാവ്, മനുഷ്യൻ വെള്ളം കുടിക്കുമ്പോൾ എങ്ങനെ കുടിക്കണമെന്ന് ആ സട്ടാവാണ് പഠിപ്പിക്കുന്നത്. അത് പഠിപ്പിക്കാൻ വേണ്ടി 7 ആകാശങ്ങൾക്കപ്പുറത്ത് നിന്ന് മലക്കുകളിൽ ഏറ്റവും വിശിഷ്ടനായ ജിബ്രീൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇറങ്ങി വന്നിട്ടുണ്ട് ഭൂമിയിലേക്ക്. സൃഷ്ടികളിൽ ഏറ്റവും വിശിഷ്ടനായ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുമ്പിൽ വന്ന് ആ അധ്യാപനങ്ങൾ കൈമാറിയിട്ടുണ്ട് മുഖറബുൽ അംലാക്ക് മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം. വസ്ത്രം ധരിക്കുന്ന മര്യാദകൾ, ഭക്ഷണ മര്യാദകൾ, യാത്രാ മര്യാദകൾ, സ്വഭാവ സംസ്കാരങ്ങൾ തുടങ്ങി ഏറ്റവും ഉത്കൃഷ്ടമായ വിശ്വാസ മേഖലയുടെ വിശദാംശങ്ങളടക്കം അങ്ങനെ പഠിപ്പിക്കപ്പെട്ടവയാണ്. അതാണ് ഇസ്ലാമിനെ ഇതര മതങ്ങളിൽ നിന്ന്, ഇതര പ്രത്യയശാസ്ത്രങ്ങളിൽ നിന്ന് വ്യതിരിക്തമാക്കുന്ന ഘടകവും. അതുകൊണ്ട് തന്നെ സൃഷ്ടാവ് തൻ്റെ സൃഷ്ടികൾക്ക് നൽകിയ സന്ദേശങ്ങളാകയാൽ അതിൽ ചൂഷണങ്ങൾക്ക് പഴുതില്ല, അതിൽ അന്ധവിശ്വാസങ്ങൾക്ക് സ്ഥാനമില്ല. ആ ആദർശം സ്വീകരിച്ചതിൻ്റെ പേരിൽ ഒരാൾ മോശക്കാരനായി മാറുകയില്ല, ഒരാൾ പിഴച്ചു പോവുകയില്ല, ഒരാൾ നാടിനും നാട്ടുകാർക്കും രാജ്യത്തിനും മറ്റിതര മനുഷ്യർക്കുമൊന്നും പറ്റാത്തവനായി മാറുകയില്ല. തീവ്രവാദ ഭീകരവാദ പ്രവർത്തനങ്ങളിൽ, വിധ്വംസക പ്രവർത്തനങ്ങളിൽ അയാൾ ഏർപ്പെടുകയില്ല. അയാൾ ഖുർആനിൻ്റെ ആളായി, സുന്നത്തിൻ്റെ ആളായി, ഇസ്ലാമിൻ്റെ ആളായി. അതുകൊണ്ട് അയാളെ കൊണ്ട് പ്രയാസത്തിലായി പോയി എന്ന് പറയേണ്ടുന്ന സാഹചര്യം ഒരിക്കലും ഉണ്ടാവുകയില്ല. ഈ മതം ചൂഷണമുക്തമായ അധ്യാപനങ്ങൾ മാത്രമാണ് നൽകുന്നത്. അന്ധവിശ്വാസങ്ങൾക്കൊരു സ്ഥാനവും ഈ മതത്തിലില്ല, അനാചാരങ്ങൾക്ക് യാതൊരു സ്ഥാനവും ഈ മതത്തിലില്ല. കാരണം സട്ടാവിൻ്റെ അധ്യാപനങ്ങൾ മാത്രമാണ് ഇസ്ലാമിൽ അധ്യാപനങ്ങളായിട്ടുള്ളത്. സട്ടാവിന് പുറമെ ഒരു സൃഷ്ടിക്കും ഈ മതത്തിലേക്ക് എന്തെങ്കിലും ഒന്ന് കൂട്ടിച്ചേർക്കാൻ ഒരു അനുവാദം സട്ടാവിട്ട് നൽകിയിട്ടുമില്ല. ഏറ്റവും വിശിഷ്ടനായ സൃഷ്ടി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് പോലും വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചത് വലൗ തഖവ്വല അലൈനാ ബഅദൽ അഖാവീൽ ലഅഖദ്നാ മിൻഹു ബിൽ യമീൻ സുമ്മ ലഖത്അനാ മിൻഹുൽ വതീൻ. ആ പ്രവാചകരെങ്ങാലും വല്ല വാക്കുകളും വ്യാജമായി കെട്ടിച്ചമച്ച് അള്ളാഹുവിൻ്റെ പേരിൽ, ദൈവത്തിൻ്റെ പേരിൽ ഇവിടെ പ്രഖ്യാപിക്കുന്നു, പഠിപ്പിക്കുന്നുവെങ്കിൽ അദ്ദേഹത്തിന്റെ ജീവനാടി നാം മുറിച്ചു കളയുമെന്നാണ് വിശുദ്ധ ഖുർആൻ സൂറത്ത് ഹഖയിലൂടെ അല്ലാഹു തആല പരിചയപ്പെടുത്തിയത്. പ്രവാചകർക്ക് പോലും വഹയില്ലാതെ മതത്തിലൊരു കാര്യം പറയാൻ, മതത്തിലൊരു കാര്യം കൂട്ടിച്ചേർക്കാൻ അനുവാദമില്ല എന്നർത്ഥം. സൂറത്ത് നജ്മിൽ അല്ലാഹു തആല ഒന്നുകൂടി അത് ഊന്നിപ്പഠിപ്പിച്ചു. വമാ യൻതിഖു അനിൽ ഹവാ ഇൻ ഹുവ ഇല്ലാ വഹ്യുൻ യുഹാ. സ്വന്തം ഇഷ്ടപ്രകാരം പ്രവാചകർ മതകാര്യങ്ങൾ സംസാരിക്കില്ല. റബ്ബിൽ നിന്ന് ലഭിക്കുന്ന, അള്ളാഹുവിൽ നിന്ന് ലഭിക്കുന്ന ദിവ്യബോധനങ്ങളെ, ദിവ്യ സന്ദേശങ്ങളെ അടിസ്ഥാനമാക്കിയിട്ടല്ലാതെ പ്രവാചകർ സംസാരിക്കുകയില്ല, സംസാരിച്ചിട്ടുമില്ല എന്നതാണ് വസ്തുത. പക്ഷെ ഈ മതത്തിനെ എങ്ങനെ നമുക്ക് ചൂഷണ മാർഗമാക്കി മാറ്റാമെന്ന് ചിന്തിച്ചവർ എല്ലാ കാലഘട്ടത്തിലും ഉണ്ടായിട്ടുണ്ട്. അത് ഒരു ഭാഗത്ത് ഭരണാധികാരികളാണെങ്കിൽ മറുഭാഗത്ത് മതമേലാളന്മാരെ രംഗത്ത് വരുന്ന ആളുകൾ കൂടിയായിരുന്നു അതിന് മുമ്പിൽ നിന്നവർ. ഒരു കവി പഠിപ്പിച്ചതുപോലെ വഹൽ അഫ്സദദ്ദീന ഇല്ലാ മുലൂകു വറുഹ്ബാനു സൂഇൻ വഅഹ്ബാറുഹാ എന്നാണ്. വഹൽ അഫ്സദദ്ദീന ഇല്ലാ മുലൂകു, മതത്തിനെ നശിപ്പിക്കുന്നത് ഒന്ന് ഭരണാധികാരികൾ, ദുഷിച്ച ഭരണാധികാരികൾ, ഇസ്ലാമിന്റെ പേരിൽ രംഗത്ത് വന്ന, ഇസ്ലാമിക ഭരണം കാഴ്ചവെക്കുന്നുവെന്ന് അവകാശപ്പെട്ടു വന്ന, എന്നാൽ ഇസ്ലാമുമായി ബന്ധമില്ലാത്ത നാമമാത്ര ആളുകളായി രംഗത്ത് വന്ന ദുഷിച്ച ഭരണാധികാരികൾ, അവർ ഈ മതത്തെ നശിപ്പിച്ചിട്ടുണ്ട്. ചരിത്രത്തിൽ എമ്പാടും ഉദാഹരണങ്ങൾ നമുക്ക് കാണാൻ കഴിയും. മറ്റൊന്ന് എന്നാണ്. ദുഷിച്ച പണ്ഡിതന്മാരും ദുഷിച്ച പുരോഹിതന്മാരും പാതിരിമാരും അവരാണ് മതത്തെ നശിപ്പിച്ച മറ്റൊരു ടീം എന്ന് ഒരു കവി പഠിപ്പിച്ചത് ഇവിടെ ഓർക്കുകയാണ്. ആ ഒരു രീതിയാണ് എന്നും ഉണ്ടായിട്ടുള്ളത്. ഇസ്ലാമിന്റെ പ്രമാണങ്ങളിൽ നിന്ന് മതത്തെ അതേപടി ഉൾക്കൊണ്ട് അത് അതേപടി ജീവിതത്തിൽ പകർത്തി അതേപടി സമൂഹത്തിന് കൈമാറി കൊടുക്കുകയാണെങ്കിൽ അത് വെച്ച് ഒരാളെ ചൂഷണം ചെയ്യാൻ കഴിയില്ല. അത് മനസ്സിലാക്കിയ
മതമേളന്മാരെ രംഗത്ത് വരുന്ന ആളുകൾ ചെയ്യാറുള്ളത് മതത്തിനു പരിചയമില്ലാത്ത പലതിനെയും മതത്തിന്റെ പേരിൽ തെറ്റായി കൊണ്ടുവരിക, മതം പഠിപ്പിച്ച പലതിനെയും മതം ഉദ്ദേശിക്കാത്ത അർത്ഥത്തിലേക്ക് അതിനെ മാറ്റിമറിക്കുക, ദുർവ്യാഖ്യാനിക്കുക, എന്നിട്ട് അതിലൂടെ ഇന്നതാണ് മതം എന്ന് സമുദായത്തെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് മതത്തിന്റെ കുപ്പായം അണിഞ്ഞ് രംഗത്ത് വരികയും മതമല്ലാത്തതിനെ മതമായി അവതരിപ്പിച്ചുകൊണ്ട് ആളുകൾ ചൂഷണം ചെയ്യുക. ആ രംഗത്ത് ഏറ്റവും അധികം ദുരുപയോഗങ്ങൾക്ക് വിധേയമായ 2 സാങ്കേതിക ശബ്ദങ്ങളാണ് ഇന്നിവിടെ ചർച്ചക്കെടുക്കുന്ന വിലായത്ത്, കറാമത്ത് എന്നീ 2 പദങ്ങൾ. ഇസ്ലാം പഠിപ്പിച്ച അടിസ്ഥാനമുള്ള പ്രമാണങ്ങൾ അംഗീകരിച്ച ഇസ്ലാമിന് സാങ്കേതിക ശബ്ദമായ 2 പദപ്രയോഗങ്ങൾ. ആ 2 പദപ്രയോഗങ്ങളെ ഇസ്ലാം ഉദ്ദേശിക്കാത്ത അർത്ഥത്തിൽ, അള്ളാഹും റസൂലും പഠിപ്പിക്കാത്ത അർത്ഥത്തിൽ, അഹ്ലുസുന്നക്ക് പരിചയമില്ലാത്ത അർത്ഥത്തിൽ അതിനെ കോട്ടിമാട്ടി കൊണ്ടുപോയി ഷിയാക്കളായ ആളുകൾ, ആ ഷിയാക്കളിൽ നിന്ന് അത് ഏറ്റെടുത്ത സൂഫികൾ, ത്വരീഖത്തുകാർ, അതിൽ നിന്ന് അത് കടം വാങ്ങിയ നമ്മുടെ നാട്ടിലെ മഹാഭൂരിപക്ഷം എന്ന് അവകാശപ്പെടുന്ന സമസ്തക്കാരായ ആളുകൾ, അങ്ങനെ ഇല്ലാത്ത നയം ഉണ്ടാക്കിയെടുത്ത് അത് സ്ഥാപിക്കപ്പെട്ട ഒട്ടനവധി വിശ്വാസങ്ങളെയും ആചാരങ്ങളെയും അവർ പരിചയപ്പെടുത്തുകയും അതാണ് ശരിയായ മതമെന്ന് പഠിപ്പിക്കുകയും അത് ചോദ്യം ചെയ്യുന്ന ആളുകളെ വളരെ മോശക്കാരായി, ഒന്നിനും പറ്റാത്തവരായി ചിത്രീകരിക്കുകയും ചെയ്യുന്ന സാഹചര്യം ഇന്ന് ലോകത്തുണ്ട്, നമ്മുടെ നാട്ടിലുണ്ട്. അവിടെയാണ് ഇത്തരമൊരു പ്രോഗ്രാം പ്രസക്തമായി മാറുന്നത്. വിശിഷ്യ നേരത്തെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ നിപ വൈറസുമായി ബന്ധപ്പെട്ടും അതേപോലെ താമരശ്ശേരിക്കടുത്തുണ്ടായ ഉരുൾപൊട്ടലുമായി ബന്ധപ്പെട്ടുമൊക്കെ ഇത്തരം അന്ധവിശ്വാസ പ്രചാരകർ ആ ഒരു അവസരത്തെ കൂടി എങ്ങനെ തങ്ങൾക്ക് അനുകൂലമാക്കി മാറ്റാൻ കഴിയും, അതെങ്ങനെ തങ്ങൾക്ക് സമുദായത്തെ ചൂഷണം ചെയ്യാനുള്ള ഒരു ചൂഷണോപാധിയാക്കി മാറ്റാൻ കഴിയുമെന്ന് ഗവേഷണം ചെയ്യുകയും അതിന് പരസ്പര മത്സര ബുദ്ധിയോടുകൂടി മറ്റാരെങ്കിലുമൊക്കെ വന്ന് കറാമത്ത് പ്രഖ്യാപിക്കും മുമ്പ് നമുക്ക് തന്നെ പ്രഖ്യാപിക്കണമെന്ന വാശിയോടെ ഔദ്യോഗിക വേഷധാരികൾ രംഗത്ത് വരികയും ചെയ്തത് നമ്മളൊക്കെ കണ്ടതാണ് സോഷ്യൽ മീഡിയകളിലൂടെ. ഇവിടെ എന്താണ് വസ്തുത, എന്താണ് ഇത്തരം വിഷയങ്ങൾ ഇസ്ലാമിന്റെ നിലപാട് എന്ന് പഠിക്കൽ അനിവാര്യമാണ്. ഉദ്ഘാടകൻ സൂചിപ്പിച്ചതുപോലെ അത്തരം വിഷയങ്ങൾ പഠിക്കാനുള്ള ഒരവസരമായി നമുക്കിത്തരം വിവാദങ്ങളെ കാണാം എന്ന് കൂടി സാന്ദർഭികമായി ഉണർത്തട്ടെ. യഥാർത്ഥത്തിൽ സഹോദരങ്ങളെ, ഇസ്ലാമിന്റെ അടിസ്ഥാന കാഴ്ചപ്പാട് തൗഹീദാണ്. റഹ്മാനായ റബ്ബിന്റെ ഏകത്വം അംഗീകരിക്കലാണ്. ഏതു വിഷയത്തിലാണ് ഏകത്വം? എല്ലാ അർത്ഥത്തിലും അല്ലാഹു തആല ഏകനാണ്. അവന്റെ നാമങ്ങളിൽ, അവന്റെ ഗുണങ്ങളിൽ, അവന്റെ വിശേഷണങ്ങളിൽ, അവന്റെ പ്രവർത്തനങ്ങളിൽ എല്ലാത്തിനും അല്ലാഹു തആല ഏകനാണ്. വലം യകുൽ ലഹു കുഫുവൻ അഹദ്, അല്ലാഹുക്ക് തുല്യനായി ആരും തന്നെ ഇല്ല. ഏതു മനുഷ്യ ദൈവങ്ങൾ രംഗത്ത് വന്നാലും, എന്തു സിദ്ധവേഷം കെട്ടി ആരൊക്കെ രംഗത്ത് വന്നാലും ശരി, അത്തരമൊരു സിദ്ധി ഇല്ല എന്നർത്ഥം, അത്തരം ഒരു മനുഷ്യ ദൈവം ഇല്ല എന്നർത്ഥം. മനുഷ്യന് ദൈവമാകാൻ കഴിയില്ല, ദൈവം മനുഷ്യനുമല്ല. അതാണ് വസ്തുത. ആരംഗീകരിച്ചാലും ഇല്ലെങ്കിലും ശരി. റഹ്മാനായ റബ്ബ്, ലോകത്തിന്റെ സൃഷ്ടാവ്, ആകാശഭൂമികളെ സൃഷ്ടിച്ച, ഈ പ്രപഞ്ചത്തെ മുഴുവൻ സംവിധാനിച്ച് സംരക്ഷിച്ചു കൊണ്ടുപോകുന്ന എല്ലാത്തിനെയും നിയന്താവായ സൃഷ്ടാവ്, ആ സൃഷ്ടാവ് ഏകനാണ്. വലം യകുൽ ലഹു കുഫുവൻ അഹദ്, അവനോട് തുല്യനായി ഒരാളും തന്നെ ഇല്ല, ഏത് വിഷയത്തിലുമില്ല. അവന്റെ നാമങ്ങളിൽ തുല്യനില്ല. ഖുർആൻ പരിചയപ്പെടുത്തി ഹൽ തഅലമു ലഹു സമീയ, അല്ലാഹുക്ക് തുല്യനായി പേരൊത്തവനെ നിനക്കറിയുമോ എന്നാണ്. പേരിന്റെ കാര്യത്തിൽ പോലും റബ്ബിനോട് തുല്യനായ ഒരാൾ പോലുമില്ല. അവന്റെ പേരുകൾ, അവന്റെ നാമങ്ങൾ, അല്ലാഹു സമീ ആണ്, എല്ലാം കേൾക്കുന്നവനാണ്. ബസീറാണ്, എല്ലാം കാണുന്നവനാണ്. ഖാദിറാണ്, കഴിവുള്ളവനാണ്. ഇങ്ങനെ തുടങ്ങി അള്ളാഹുവിന്റെ നാമങ്ങളായി പഠിപ്പിക്കപ്പെട്ടതും നമുക്കാർക്കും പഠിപ്പിച്ചിട്ടില്ലാത്ത, റബ്ബിന്റെ പക്കൽ മാത്രം റബ്ബ് സൂക്ഷിച്ചതുമായ അവന്റെ കണക്കില്ലാത്ത നാമങ്ങൾ. ആ നാമങ്ങളിൽ അവൻ ഏകനാണ്. അവന്റെ പ്രവർത്തനങ്ങളിൽ അവൻ ഏകനാണ്. അവന്റെ വിശേഷണങ്ങളിൽ അവൻ ഏകനാണ്. അതിൽ മറ്റൊരു സൃഷ്ടിക്കും പങ്കില്ല. സൃഷ്ടി വേറെ, സൃഷ്ടാവ് വേറെ. സൃഷ്ടാവിന്റെ ഒരു ഗുണവും ഒരു സൃഷ്ടിക്കും ഉണ്ടാവില്ല. സൃഷ്ടിയുടെ ഒരു ഗുണവും സൃഷ്ടാവിനും ഉണ്ടാവുകയില്ല. സൃഷ്ടിയും സൃഷ്ടാവും വേറെ വേറെ തന്നെയാണ്. പക്ഷേ ആ സൃഷ്ടാവിന് മാത്രം അവകാശപ്പെട്ടതിനെ ചില സൃഷ്ടികൾക്കെങ്കിലും ചില ന്യായങ്ങൾ പറഞ്ഞിട്ടെങ്കിലും അത് വകവെച്ചു കൊടുക്കാൻ ശ്രമിക്കുമ്പോഴാണ് അന്ധവിശ്വാസങ്ങൾക്ക് വിത്തുപാകുന്നത് എന്നതാണ് അടിസ്ഥാനം. അതുകൊണ്ട് ഖുർആൻ ആവർത്തിച്ച് പരിചയപ്പെടുത്തിയത് റഹ്മാനായ റബ്ബിന് മാത്രം കഴിയുന്ന മേഖലകളെ അങ്ങനെ തന്നെ പരിചയപ്പെടുത്തുകയും റഹ്മാനായ റബ്ബിന് പുറമെ പ്രാർത്ഥിക്കപ്പെടുന്നവർ
ആരാധിക്കപ്പെടുന്നവർ ഒന്നുമില്ലാത്തവരാണ്, ഒരു കഴിവുമില്ലാത്തവരാണ്, പ്രാർത്ഥന കേൾക്കാത്തവരാണ്, സഹായിക്കാൻ കഴിയാത്തവരാണ്, ഉത്തരം ചെയ്യാത്തവരാണ് തുടങ്ങിയ ശൈലികളിൽ ഖുർആനക്കാര്യം എടുത്തു പറയുന്നു. എത്രത്തോളം എന്ന് വെച്ചാൽ സൂറത്ത് ഫാത്തിർ 35-ാം അധ്യായത്തിലെ 13-14 വചനങ്ങളിൽ അല്ലാഹു തആല എടുത്തു പറഞ്ഞത് മാ യംലികൂന മിൻ ഖിത്മീർ എന്നാണ്. റഹ്മാനായ റബ്ബിന് പുറമെ, ലോകത്തിന്റെ സട്ടാവിന് പുറമെ ഏത് സൃഷ്ടിയോട് ആര് പ്രാർത്ഥിച്ചാലും ശരി, അത് കല്ലാവട്ടെ, മരമാവട്ടെ, മനുഷ്യരാവട്ടെ, ജിന്നാവട്ടെ, ശൈത്താനാവട്ടെ, മലക്കാവട്ടെ, സൂര്യനോ ചന്ദ്രനോ അടക്കമുള്ള ഏതു സൃഷ്ടിയുമാകട്ടെ, സൃഷ്ടിയാണോ എങ്കിൽ ആ സൃഷ്ടിയോട് പ്രാർത്ഥിച്ചാൽ, ആ സൃഷ്ടിയെ ആരാധിച്ചാൽ വല്ലദീന തദ്ഉന മിൻ ദൂനി മാ യംലികൂന മിൻ ഖിത്മീർ, സട്ടാവിന് പുറമെ നിങ്ങൾ ആരോട് ദുആ ചെയ്താലും ശരി, ആരോട് പ്രാർത്ഥിച്ചാലും ശരി, മാ യംലികൂന മിൻ ഖിത്മീർ, ഒരു കാരക്കക്കുരുവിന്റെ പാട പോലും അവരാരും ഉടമയാക്കുന്നില്ല. അത് ആർക്കാ ബാധകം? ചോദിക്കേണ്ട കാര്യം പോലുമില്ല. വല്ലദീന തദ്ഉന മിൻ ദൂനിഹി, അല്ലാഹുവിനെ പുറമെ ആരോട് പ്രാർത്ഥിച്ചാലും ശരി അവരാരും മാ യംലികൂന മിൻ ഖിത്മീർ, കാരക്കക്കുരുവിന്റെ പാട പോലും ഉടമയാക്കുന്നില്ല. സട്ടാവിനെ പുറമെ പല സൃഷ്ടികളും ലോകത്ത് പ്രാർത്ഥിക്കപ്പെടുന്നുണ്ട്. സൂര്യനെ ദേവനായി കാണുന്നവരുണ്ട്, വായുവിനെ ദേവനായി കാണുന്നവരുണ്ട്, സമുദ്രത്തെ ദേവതയായി കാണുന്നവരുണ്ട്, ഭൂമിയെ ദേവിയായി കാണുന്നവരുണ്ട്, കാറ്റിനെ പൂജിക്കുന്നവരുണ്ട്, കല്ലുകളെ ആരാധിക്കുന്നവരുണ്ട്, മനുഷ്യ ദൈവങ്ങളെ സ്ഥാപിച്ചുകൊണ്ട് അവയോട് പ്രാർത്ഥിക്കുന്നവരുണ്ട്. ഇങ്ങനെ മൺമറഞ്ഞു പോയ മഹത്തുക്കളെ അല്ലാത്തവരെ എല്ലാം വിളിച്ചു പ്രാർത്ഥിക്കുന്നവരുണ്ട്. നമ്മുടെ നാട്ടിലെമ്പാടും സ്ഥാപിക്കപ്പെട്ട നേർച്ചപ്പെട്ടികൾ, ഉയർത്തപ്പെട്ട ദർഗകൾ, ജാറങ്ങൾ, അതേപോലെ വ്യത്യസ്തങ്ങളായ പ്രതിഷ്ഠകൾ, അതൊക്കെ സട്ടാവായ റഹ്മാനായ റബ്ബിന് പുറമെ ആരാധിക്കപ്പെടുന്ന, പ്രാർത്ഥിക്കപ്പെടുന്ന, നേർച്ച വഴിപാടുകൾ സമർപ്പിക്കപ്പെടുന്ന, സത്യം ചെയ്യപ്പെടുന്ന, തങ്ങളുടെ ആശാ കേന്ദ്രങ്ങളായി, അവലംബ കേന്ദ്രങ്ങളായി പരിചയപ്പെടുത്തപ്പെടുന്നവയാണല്ലോ. എങ്കിൽ വല്ലദീന തദ്ഉന മിൻ ദൂനിഹി, അല്ലാഹുവിന് പുറമെ ആരോട് ദുആ ചെയ്താലും ശരി, ആരോട് പ്രാർത്ഥിച്ചാലും ശരി, മാ യംലികൂന മിൻ ഖിത്മീർ, ഒരു കാരക്കയുടെ കുരുവിന് മുകളിൽ കാണുന്ന വെളുത്ത ഒരു പാടയുണ്ടല്ലോ, ആ പാട പോലും ഉടമയാക്കുന്നില്ല അവർ. അതുകൊണ്ട് തന്നെ ഇൻ തദ്ഉഹും, നിങ്ങൾ അവരോട് പ്രാർത്ഥിച്ചാൽ ലാ യസ്മഉ ദുആഅകും, നിങ്ങളെ പ്രാർത്ഥന കേൾക്കില്ല. വലൗ സമിഉ, ഇനി കേട്ടുവെന്ന് വെച്ചാൽ തന്നെ, കേട്ടുവെന്ന് സങ്കല്പിച്ചാൽ തന്നെ, മസ്തജാബൂ ലക്കും, നിങ്ങൾക്ക് അവർ ഉത്തരം ചെയ്യുകയുമില്ല. പ്രാർത്ഥന കേൾക്കുന്നവൻ സട്ടാവായ അല്ലാഹു തആല മാത്രം, പ്രാർത്ഥനയ്ക്ക് ഉത്തരമേകുന്നവൻ സട്ടാവായ അല്ലാഹു തആല മാത്രം. അല്ലാത്തവർ ദുആ കേൾക്കുമോ കേൾക്കില്ലേ, ചർച്ചയ്ക്ക് പോലും പ്രസക്തിയില്ല. അത്ര ഗണ്യമായി വിശുദ്ധ ഖുർആനക്കാര്യം എടുത്തു പറഞ്ഞു. അവന് മാത്രമാണ് എല്ലാ സിദ്ധികളുടെയും അധിപൻ. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. റഹ്മാനായ റബ്ബിനെ കൊണ്ടല്ലാതെ ഒരു കഴിവുമില്ല, ഒരു ശക്തിയുമില്ല. എല്ലാ കഴിവിന്റെയും അധിപൻ അള്ളയാണ്. അവനാണ് കഴിവുടയവൻ, അവനാണ് ഖാദിർ. അല്ലാത്തവരൊന്നും ഖാദിറല്ല, അല്ലാത്തവരെല്ലാം അബ്ദുൽ ഖാദിറാണ് എന്നാണ്. ഖാദിറിന്റെ അടിമയാണ്, ഖാദിറിന്റെ അടിമയാണ്. പക്ഷെ ഇന്ന് സമൂഹത്തിൽ അങ്ങനെയല്ല. വിശ്വസിക്കപ്പെടുന്നത് ലോകത്ത് എവിടുന്ന് വിളിച്ചാലും വിളി കേൾക്കുന്ന, ഉത്തരം ചെയ്യുന്ന പല ആളുകളെയും പലരും പരിചയപ്പെടുത്തി കൊണ്ടുവരുന്നു. സാക്ഷാൽ മുഹീദ്ദീൻ ഷെയ്ഖിനെ പോലും ആ നിലയ്ക്ക് പരിചയപ്പെടുത്തുമ്പോൾ ഓർക്കാതെ പോയൊരു പോയിന്റ്, ആ മുഹീദ്ദീൻ ഷെയ്ഖിന്റെയും പേര് അബ്ദുൽ ഖാദിർ എന്നാണ്, ഖാദിർ എന്നല്ല. ഖാദിറിന്റെ അടിമയാണ്, എല്ലാത്തിനും കഴിവുള്ളവന്റെ അടിമയാണ് സാക്ഷാൽ മുഹീദ്ദീൻ ഷെയ്ഖ് പോലും. എങ്കിൽ തേട്ടം അബ്ദുൽ ഖാദിറിനോടല്ല, തേട്ടം ഖാദിറിനോടാവണം, കഴിവുള്ളവരോടാകണം തേടേണ്ടത്. അതല്ലാതെ ആ കഴിവുകൾ അല്ലാത്തവർക്ക് വകവെച്ചു കൊടുത്ത് അത് ന്യായങ്ങൾ പറഞ്ഞ് ന്യായീകരിക്കാൻ ശ്രമിച്ചിട്ട് അത്തരം വഴിയിലേക്ക് തേട്ടങ്ങളെ വഴിമാറ്റി കൊണ്ടുപോവുകയല്ല ചെയ്യേണ്ടത്. എന്നാൽ മതത്തെ ചൂഷണോപാധിയാക്കി മാറ്റാൻ തീരുമാനിച്ച ആളുകൾക്ക് ഈ സത്യത്തെ അംഗീകരിക്കാൻ കഴിയില്ല. റഹ്മാനായ റബ്ബിന്റെ ഏകത്വവും, അള്ളാഹു മാത്രമേ എല്ലാം കാണുന്നവനുള്ളൂ, എല്ലാം കേൾക്കുന്നവനുള്ളൂ, അദൃശ്യജ്ഞാനം അള്ളാഹുവിന് മാത്രമേയുള്ളൂ, അഭൗതികമായ കഴിവുകൾ അള്ളാഹുവിന് മാത്രമേയുള്ളൂ, കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമായ സിദ്ധികൾ റബ്ബിന്റെ മാത്രം സവിശേഷതയാണ് എന്നത് അത്തരം ആളുകൾക്ക് അംഗീകരിക്കാൻ സാധ്യമല്ല. അതുകൊണ്ട് അവർ പറഞ്ഞു വെക്കാൻ ശ്രമിച്ചു. മഹത്തുക്കളായ പ്രവാചകന്മാർ, മറ്റു മഹാരഥന്മാർ അവരൊക്കെ അദൃശ്യജ്ഞാനമുള്ളവരാണ്, അവരൊക്കെ അഭൗതികമായ കഴിവുള്ളവരാണ്.
അവർക്കൊക്കെ കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമായി സിദ്ധിയുള്ളവരാണ്. മറ്റു ചില ആളുകൾ പറയാൻ തുടങ്ങി, അവർ പറഞ്ഞ അത്ര ശരിയല്ലെങ്കിലും ജിന്നും മലക്കുമൊക്കെ അബോധിയ കഴിവുള്ളവരാ, ഔലിയാക്കന്മാർക്കില്ലെങ്കിലും എന്നുകൂടി ചില ആളുകൾ പറയാൻ തുടങ്ങി. ഇത് വേദനാജനകമെന്ന് കൂടി സൂചിപ്പിക്കട്ടെ. ഏതായിരുന്നാലും ലാ ഹൗല വലാ ഖുവ്വത ഇല്ലാ ബില്ലാ, അള്ളാഹുവിനെ കൊണ്ടല്ലാതെ ഒരു കഴിവുമില്ല. അവനാണ് കഴിവിന്റെ ഉടമ, അവന്റെ വിശേഷണമാണ് ഖുദ്റത്ത്, അവന്റെ നാമമാണ് ഖാദിർ ഖദീർ. ആ റബ്ബ് മാത്രമാണ് അത്തരം സിദ്ധിയുടെ ഉടമ. അതല്ലാത്ത സൃഷ്ടികൾക്ക് അത്തരം സിദ്ധിയേ ഇല്ല. ഈ ഏകത്വം പഠിപ്പിക്കുകയാണ് ഇസ്ലാം ഊന്നി ചെയ്ത കാര്യം. തൗഹീദ് പഠിപ്പിക്കാമെന്ന അമ്പിയാക്കൾ, ഏകദൈവ വിശ്വാസം പഠിപ്പിക്കാമെന്ന പ്രവാചകന്മാർ, അവരൊക്കെയും അടിസ്ഥാനമായി പഠിപ്പിച്ച യാഥാർത്ഥ്യമിതാണ്. അള്ളാഹ്ക്ക് മാത്രമേ ആരാധനക്കർഹതയുള്ളൂ. കാരണം അവൻ മാത്രമേ കഴിവുള്ളവനുള്ളൂ, അവൻ മാത്രമേ എല്ലാത്തിനും സാധിക്കുന്നവനുള്ളൂ, അല്ലാത്തവരൊന്നും കഴിവില്ലാത്തവരാണ് എന്ന തത്വമാണ് എല്ലാ അമ്പിയാക്കളും പഠിപ്പിച്ചത്. ഖുർആനിൽ പരിശോധിച്ച് നോക്കുക, എത്ര ആയത്തുകളിലാണ് ഈ ഒരു ആശയം ഖുർആൻ ഊന്നിപ്പറയുന്നത്. അവർ കേൾക്കില്ല, ഉത്തരം ചെയ്യില്ല, സഹായിക്കില്ല തുടങ്ങിയ പ്രയോഗങ്ങൾ. ലാ യസ്തതിഊന നസ്റകും വലാ അൻഫുസഹും യൻസുറൂൻ. സൂറത്തുൽ അഅറാഫ് 192, 197 വചനങ്ങളിൽ ആവർത്തിച്ച് പഠിപ്പിച്ച ആശയമാണ്. ലാ യസ്തതിഊന നസ്റകും, അല്ലാഹുവിന് പുറമെ ആരോടൊക്കെ പ്രാർത്ഥിച്ചാലും ശരി അവർക്കൊന്നും നിങ്ങളെ സഹായിക്കാൻ സാധ്യമല്ല. വലാ അൻഫുസഹും യൻസുറൂൻ, അവർ അവരെ തന്നെയും സഹായിക്കില്ല, സ്വന്തത്തെ പോലും സഹായിക്കില്ല. നിങ്ങളെ സഹായിക്കുന്നത് മാത്രമല്ല, സ്വന്തത്തെ പോലും സഹായിക്കാൻ കഴിവില്ലാത്തവരാകുന്നു ദൈവത്തിന് പുറമെ, സാക്ഷാൽ സട്ടാവിന് പുറമെ വിളിച്ചു പ്രാർത്ഥിക്കപ്പെടുന്നവർ ആരാണെങ്കിലും ശരി, സ്വന്തത്തെ പോലും സഹായിക്കാൻ കഴിവില്ലാത്തവരാകുന്നു അവർ എന്ന് ഖുർആൻ എടുത്തു പറയുന്നു. എത്ര സ്ഥലം സൂറത്ത് യാസീനിൽ പറഞ്ഞല്ലോ, വഹും ലഹും ജുന്ദും മുഹ്ളറൂൻ എന്നാണ്. അല്ലാഹുവിനെ പുറമെ അവർ ആരാധന സ്വീകരിച്ചിരിക്കുന്നു. എന്തിന്? ലഅല്ലഹും യുൻസറൂൻ, അവർക്ക് സഹായം കിട്ടാൻ വേണ്ടി. സട്ടാവല്ലാത്ത ആരാധ്യരെ മനുഷ്യർ സ്വീകരിച്ചു വെച്ചിരിക്കുന്നു. എന്തിന്? ലഅല്ലഹും യുൻസറൂൻ, അവർക്ക് സഹായം കിട്ടാൻ. എന്നാൽ ലാ യസ്തതിഊന നസ്റഹും വഹും ലഹും ജുന്ദും മുഹ്ളറൂൻ, അവർക്കൊരിക്കലും ഇവരെ സഹായിക്കാൻ കഴിയില്ല. എന്നു മാത്രമല്ല, തങ്ങളുടെ ആരാധ്യർക്ക് കാവൽ നിൽക്കുന്ന സൈനികരാണ്, കാവൽ ഭടന്മാരാണ് ഈ ആരാധകന്മാർ. ആരെയാണോ ആരാധിക്കുന്നത്, ആരോടാണോ പ്രാർത്ഥിക്കുന്നത്, അവർക്ക് കാവലായി പ്രാർത്ഥിക്കുന്ന മനുഷ്യൻ നിൽക്കുന്നുവെന്നാണ്. ഈ പ്രാർത്ഥിക്കുന്നവൻ, ഈ ആരാധിക്കുന്നവൻ തൻ്റെ ആരാധന കാവൽ നിൽക്കുക, താൻ പ്രാർത്ഥിക്കുന്ന ശക്തിക്ക് കാവൽ നിൽക്കുക. അതാണ് ഖുർആൻ സൂറത്ത് യാസീനിൽ ഊന്നി പഠിപ്പിച്ച യാഥാർത്ഥ്യം. ഈ ആശയം ധാരാളം ആയത്തുകളിൽ അല്ലാഹു തആല വിശദമായി പഠിപ്പിക്കുന്നുണ്ട്. ദുആ ചെയ്താൽ കേൾക്കില്ലെന്ന് പറഞ്ഞു, ഉത്തരം ചെയ്യില്ലെന്ന് പറഞ്ഞു, ലാ യംലികൂന, അവർ ഉടമയാക്കുന്നില്ല എന്ന് പറഞ്ഞു, സഹായിക്കില്ല എന്ന് പറഞ്ഞു, ഉപകാരം ചെയ്യാൻ കഴിയില്ലെന്ന് പറഞ്ഞു, ഉപദ്രവം തടുക്കാൻ കഴിയില്ലെന്ന് പറഞ്ഞു, തൽക്കാലം നീക്കിത്തരാൻ പോലും കഴിയില്ലെന്ന് പറഞ്ഞു. ലാ യംലികൂന കശ്ഫൽ ദുർരി അൻകും വലാ തഹ്വീല, നിങ്ങളെ ദുരിതങ്ങളെ ഇല്ലാതാക്കി തരുവാനോ തൽക്കാലം ഒന്ന് മാറ്റി അപ്പുറത്തേക്ക് ആക്കിത്തരുവാനോ പോലും അവരെ കൊണ്ട് സാധ്യമല്ല. അത്തരം ആളുകളെയാണ് നിങ്ങൾ വിളിച്ചു പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന് ഖുർആൻ എടുത്തു പഠിപ്പിക്കുന്നു. ആ തത്വത്തിൽ നിൽക്കുന്ന കാലത്തോളം പിന്നെ അന്ധവിശ്വാസത്തിന് ചാൻസ് ഇല്ല. പിന്നെ അവിടെ അന്ധവിശ്വാസങ്ങൾക്കും അനാചാരങ്ങൾക്കും ഒരു പഴുതില്ല. ഹസ്ബിയല്ലാ, എനിക്കല്ല മതി, ഹസ്ബുനല്ലാ, ഞങ്ങൾക്കല്ല മതി, നിഅ്മൽ വക്കീൽ, എല്ലാം ഏൽപ്പിക്കാൻ ഏറ്റവും മതിയായവൻ അല്ലാഹയാണ്, തവക്കൽതുഅലല്ലാ, ആ റബ്ബിൽ ഞാനിതാ എല്ലാം ഏൽപ്പിച്ചിരിക്കുന്നു എന്ന് പ്രഖ്യാപിച്ച് ആ റബ്ബിലേക്ക് ഫലമേൽപ്പിച്ച് കഴിയുന്നവരെ സംബന്ധിച്ച് പിന്നെ അന്ധവിശ്വാസത്തിന് ഇവിടെ ചാൻസ് ഉള്ളത്. എന്തു നഷ്ടങ്ങൾ സംഭവിച്ചാലും, ജീവിതത്തിൽ എന്തൊക്കെ ദുരിതങ്ങൾ പേരേണ്ടി വന്നാലും ഒറ്റ വാക്കിൽ അവന് സമാധാനമാണ്. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ, നമ്മളൊക്കെ റബ്ബിൻ്റെ ഉള്ളവരാണ്, ആ റബ്ബിലേക്ക് മടങ്ങുന്നവരാണ് എന്ന വാക്കവന് സമാധാനത്തിന്റെ വചനമാണ്. കേവലം ഒരു ചൊല്ലിപ്പറയാനുള്ള വാക്ക് മാത്രമല്ല അത്. എന്തു തന്നെ നഷ്ടപ്പെട്ടാലും ശരി, എന്തു സംഭവിച്ചാലും ശരി, ആ ഒറ്റ വാക്കിൽ അവൻ സമാധാനമടയും. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. ഇത് പഠിപ്പിക്കാനാ പ്രവാചകന്മാർ വന്നത്. പ്രവാചകന്മാർ വന്ന കാലഘട്ടങ്ങൾ പരിശോധിച്ചാൽ, മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വന്ന കാലം പരിശോധിച്ചാലും അവിടേക്ക് ആളുകൾ അന്ധവിശ്വാസങ്ങളുടെ മാറാപ്പും താങ്ങിപ്പിടിച്ച് വലിയ വലിയ ചങ്ങലക്കെട്ടുകളിൽ ബന്ധിതരായി ജീവിക്കുന്ന സാഹചര്യത്തിലാണ് പ്രവാചകന്മാരുടെ നിയോഗമെല്ലാം. മക്കയിൽ
റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിയോഗിക്കപ്പെടുന്ന കാലഘട്ടത്തിലും ആ സമുദായത്തിന്റെ അവസ്ഥ മറ്റൊന്നായിരുന്നില്ല. ഇന്നാ ജഅൽനാ ഫീ അഅനാഖിഹിം അഗ്ലാല ഫഹിയ ഇലൽ അദ്ഖാൻ ഫഹും മുഖ്മഹൂൻ. സൂറത്ത് യാസീനിൽ തന്നെ അല്ലാഹു തആല പരിചയപ്പെടുത്തി. അവരുടെ പിരടികളിൽ നാം ചങ്ങലകൾ വെച്ചിരിക്കുന്നു, അത് താടിയെല്ലുകൾ കൂട്ടിക്കെട്ടിയിരിക്കുന്നു, അതുകൊണ്ട് അവർ തല കുത്തനെ പിടിച്ചവരാകുന്നു എന്ന ഖുർആൻ അവിടെ പഠിപ്പിച്ചത്. ധാരാളം ചങ്ങലക്കെട്ടുകൾ, പൗരോഹിത്യത്തിന്റെ ചങ്ങലക്കെട്ടുകൾ, കുടുംബപരമായ ചങ്ങലക്കെട്ടുകൾ, അന്ധവിശ്വാസങ്ങളുടെ ചങ്ങലക്കെട്ടുകൾ, പൈതൃകത്തിന്റെ പാരമ്പര്യത്തിന്റെ അനാവശ്യമായ ചങ്ങലക്കെട്ടുകൾ, അതെല്ലാം ബന്ധിതരായി അതിനപ്പുറത്ത് ഒരു സത്യമുണ്ടോ എന്ന് അന്വേഷിക്കാൻ പോലും കഴിയാതെ, തിരിഞ്ഞും മറിഞ്ഞും നോക്കാൻ പോലും കഴിയാതെ ഫഹും മുഖ്മഹൂൻ, തലക്കുത്തനെ പിടിച്ച ഒരേ നൃത്തം. അപ്പുറത്ത് സത്യത്തിന്റെ ശബ്ദമുണ്ട്, ഇപ്പുറത്ത് സത്യത്തിന്റെ വെളിച്ചമുണ്ട്. ആ വെളിച്ചത്തിലേക്ക് തിരിഞ്ഞു നോക്കാൻ കഴിയുന്നില്ല, കാതു കൊടുക്കാൻ കഴിയുന്നില്ല. തലക്കുത്തനെ പിടിച്ച് ഒരേ നൃത്തം നിന്ന് മുന്നിലും പിന്നിലുമെല്ലാം ശ്രദ്ധകളായിക്കൊണ്ട്, വലിയ വലിയ ബ്ലോക്കുകളായിക്കൊണ്ട് കഴിഞ്ഞു പോകുന്നവരാണ് അവരെന്നാണ്. وجعلنا من بين أيديهم سدا ومن خلفهم سدا فأغشيناهم فهم لا يبصرون. അവിടെ മുന്നിൽ വലിയ ബ്ലോക്കുകളുണ്ട്, മറകളുണ്ട്, പിറകിലുമുണ്ട് ബ്ലോക്കുകൾ. ഒന്നാകെ അവരെ മൂടിക്കളഞ്ഞിരിക്കുന്നു, അതുകൊണ്ട് അവർക്ക് കാണാൻ കഴിയുകയില്ല. സത്യം അപ്പുറത്തുണ്ട്, പക്ഷെ സത്യത്തിനും അവർക്കുമിടയിൽ വലിയ വലിയ മറകൾ വീണ് കഴിഞ്ഞു, വലിയ ബ്ലോക്കുകൾ വീണ് കഴിഞ്ഞു, ചങ്ങലക്കെട്ടുകളിൽ ബന്ധിതരായി കഴിഞ്ഞു. അത്തരം ജനതയെ ആ ചങ്ങലക്കെട്ടുകളിൽ നിന്ന് മോചിപ്പിച്ച് തൗഹീദിന്റെ വെളിച്ചത്തിലേക്ക് കൊണ്ടുവരാനാണ് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിയോഗിക്കപ്പെട്ടു തന്നെ. എന്നെ ഓതി വെച്ച സൂറത്ത് അഅറാഫിലെ വചനത്തിലും അക്കാര്യമാണ് പഠിപ്പിച്ചത്. പ്രവാചകൻ വന്ന് ചെയ്ത ദൗത്യം എന്താ? യഅ്മുറുഹും ബിൽ മഅറൂഫി വയൻഹാഹും അനിൽ മുൻകർ. സദാചാരം കൽപ്പിക്കുന്നു, ദുരാചാരം വിലക്കുന്നു. വയുഹില്ലു ലഹുമുത് തയ്യിബാത്ത്, എല്ലാ വിശിഷ്ടമായവയെയും അവർക്ക് അനുവദിച്ചു കൊടുക്കുന്നു. വയുഹർരിമു അലൈഹിമുൽ ഖബായിസ, എല്ലാ മ്ലേച്ഛമായ ദുഷിച്ചവയെയും അവർക്ക് നിഷിദ്ധമാക്കി പഠിപ്പിക്കുന്നു. മാത്രവുമല്ല വയദഉ അൻഹും ഇസ്റഹും വൽ അഗ്ലാൽ അല്ലതി കാനത് അലൈഹിം, അവരുടെ ഭാരങ്ങളെ ഇറക്കി വെച്ചു കൊടുക്കുന്നു, അവർക്ക് മേലുള്ള ചങ്ങലക്കെട്ടുകളെ അഴിച്ച് അവർക്ക് മോചനം നൽകുന്നു. അതാണ് പ്രവാചകന്റെ ദൗത്യം തന്നെ. എങ്കിൽ ആ പ്രവാചകന്റെ സമുദായം, ആ പ്രവാചകനെ പിൻപറ്റുന്ന ആളുകൾ പിന്നെ ചങ്ങലക്കെട്ടുകളിൽ ബന്ധിതരാകാൻ പാടില്ല. ആ പ്രവാചകൻ അനുസരിക്കുന്ന സമൂഹം അന്ധവിശ്വാസങ്ങളിൽ തളച്ചിടപ്പെടാൻ പാടില്ല. അവരുടെ തലകളിൽ, അവരുടെ പിരടികളിൽ വലിയ ഭാണ്ഡങ്ങൾ, മാറാപ്പുകൾ, അന്ധവിശ്വാസങ്ങളുടെ, അനാചാരങ്ങളുടെ, മാമൂലികളുടെ മാറാപ്പുകൾ, ഭാണ്ഡങ്ങൾ അവരുടെ പിരടികളിൽ ഉണ്ടാകാൻ പാടില്ല. പക്ഷെ ഇന്ന് മുസ്ലിം സമുദായത്തിൽ ഉണ്ട് എന്ന കാര്യം സത്യമാണല്ലോ. എമ്പാടും ഭാണ്ഡങ്ങൾ പേറി സത്യമപ്പുറത്താണെന്ന് ബോധ്യപ്പെട്ടാൽ പോലും ആ സത്യത്തിലേക്ക് വരാൻ കഴിയാത്ത വിധം ഒരുപാട് ബ്ലോക്കുകൾക്കിടയിൽ, ഒരുപാട് മറകൾക്കിടയിലാണ് മനുഷ്യർ ഇന്ന്, മുസ്ലിമീങ്ങൾ പോലും ഇന്ന് ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. ആ ഭാണ്ഡങ്ങളെ കയറ്റി വെക്കുന്നവരെ തിരിച്ചറിയുക, ആ ബ്ലോക്കുകൾ സ്ഥാപിക്കുന്നവരെ നാം തിരിച്ചറിയുക, ചങ്ങലക്കെട്ടുകളുമായി വരുന്നവരെ നാം തിരിച്ചറിയുക. ആ ചങ്ങലക്കെട്ടുകളെ പൊട്ടിച്ച് വലിച്ചെറിഞ്ഞ് സത്യത്തിന്റെ വഴിയിലേക്ക് നാം തിരിഞ്ഞു നടക്കുക. അതുമാത്രമേ പരിഹാര മാർഗമുള്ളൂ. ആ ചങ്ങലക്കെട്ടുകൾ സ്ഥാപിക്കുന്നവർ, അവർ ശ്രമിക്കുന്ന ഒന്നാമത്തെ ശ്രമമാണ് അല്ലാഹു അല്ലാത്തവർക്കും ചില സിദ്ധിയൊക്കെ ഉണ്ട് എന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമം. അല്ലാഹു അല്ലാത്തവർക്കുമുണ്ട് ചില കഴിവുകൾ. അതിനുപയോഗിക്കുന്ന സാങ്കേതിക ശബ്ദമാണ് വിലായത്ത്, കറാമത്ത് എന്ന രണ്ട് പദപ്രയോഗങ്ങൾ. വിലായത്ത് എന്നാൽ അവിടെ വലിയ എന്ന പദവുമായി ബന്ധപ്പെട്ടൊരു വാക്കാണ് വിലായത്ത്. രക്ഷാകർത്തൃത്വം എന്ന് വേണമെങ്കിൽ അതിന് അർത്ഥം പറയാം, ബന്ധമെന്ന് വേണമെങ്കിൽ അർത്ഥം പറയാം, അതേപോലെ ഉത്തരവാദിത്തം എന്ന അർത്ഥം പറയാം. അതൊക്കെയാണ് വിലായത്ത് എന്ന പദത്തിന് മലയാളത്തിൽ പറയാവുന്ന അർത്ഥങ്ങൾ. വലിയ എന്ന് പറയുമ്പോൾ മിത്രം എന്നാണ് അർത്ഥം, രക്ഷിതാവ് എന്നാണ് അർത്ഥം. വ്യത്യസ്ത അർത്ഥങ്ങളിൽ ആ വാക്ക് ഉപയോഗിക്കുന്നു. നിക്കാഹിന്റെ വേളയിൽ ആരാ പെണ്ണിന്റെ വലിയ എന്ന് ചോദിക്കാറുണ്ട്. അതേ പദമാണ് നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന വലിയ, ഔലിയാ എന്ന പദം. അതാണ് വലിയ. ഒരു നാട്ടിലെ ഭരണാധികാരിക്ക് വലിയുൽ അംർ എന്നാണ് പറയുക, കൈകാര്യകർത്താവ് എന്ന അർത്ഥത്തിൽ. വലിയുൽ അംറാണ് അവിടെ, കൈകാര്യകർത്താവാണ് അവിടെ. ഈ എന്താണ് സാങ്കേതികമായ വലിയ? നമ്മുടെ നാട്ടിൽ വലിയ എന്ന പദത്തെ തന്നെ തെറ്റാക്കി വ്യാഖ്യാനിച്ചു കൊണ്ടുവന്നു. എന്നിട്ട് ആളുകൾ തിരഞ്ഞെടുക്കുകയാണ് എവിടെ വലിയനെ കാണാൻ പറ്റുക. അവസാനം ഏതോരുത്തനെ മുറുക്കി തുപ്പി, നിസ്കാരമില്ല, നോമ്പുമില്ല, ഒന്നുമില്ലാതെ പച്ചപ്പുതപ്പും ധരിച്ചുകൊണ്ട് എവിടെയും നടക്കുന്നുവെങ്കിൽ അവനാണ് വലിയ എന്ന് മുദ്ര കുത്തുന്നു.
പിന്നെ അവനായി എല്ലാം, പിന്നെ അവരായി അത്താണി. എന്തിനും ഏതിനും അവിടെ ചെന്ന് പറഞ്ഞാൽ മതി എന്നാണ്. ഏത് രോഗത്തിനുമുള്ള ചികിത്സ അവിടെ കിട്ടുമെന്നാണ്. മക്കളില്ലേ, അവിടെ പോയി പറയാം. അസുഖമാണോ, അവിടെ പോയി പറയാം. കടം കൊണ്ട് ബുദ്ധിമുട്ടിയോ, അവിടെ ചെന്ന് പറയാം. കള്ളന്മാരെ ശല്യമുണ്ടോ, അവിടെ ചെന്ന് പറയാം. ഒരാളുടെ ജീവിതത്തിൽ എന്തൊക്കെ പ്രയാസങ്ങളും എന്തൊക്കെ പ്രശ്നങ്ങളും അയാൾ അനുഭവിക്കുമോ അതിന് മുഴുവനുമുള്ള അത്താണിയായി ആ ഒരു മനുഷ്യനെ അവതരിപ്പിക്കുന്നിടത്ത ഇത് സമൂഹം എത്തി നിൽക്കുന്നത്. കേരളത്തിന്റെ മണ്ണിൽ നിന്ന് സംസാരിക്കുമ്പോൾ ഇവിടെ ഒരുപാട് ഔലിയാക്കന്മാരെ ഈ രൂപത്തിൽ പരിചയപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും താജുൽ ഔലിയ എന്ന പേരിൽ ഒരാളെ കേരളത്തിലുള്ളൂ. അത് ഞങ്ങളുടെ നാട്ടിലാണ്, വേങ്ങരയിലാണ്. താജുൽ ഔലിയ എന്ന പേര് ഒരാൾക്ക് മാത്രം. വേങ്ങര കോയപ്പാപ്പ എന്ന് വിളിക്കപ്പെടുന്ന കുഞ്ഞി മുഹമ്മദ് എന്ന മനുഷ്യൻ, അതാണ് താജുൽ ഔലിയ. എന്തേ സവിശേഷത? നിസ്കരിക്കാറില്ല, നോമ്പെടുക്കാറില്ല, കുളിക്കാറില്ല, വസ്ത്രം ധരിക്കാറില്ല. ചിലപ്പോൾ ഒരു ഹാഫ് തുണി ഉണ്ടാകും, ചിലപ്പോൾ അതും ഉണ്ടാവില്ല. ഭ്രാന്തമായി എന്തൊക്കെയോ വിളിച്ചു പറഞ്ഞ് വെറ്റില മുറുക്കി അത് ഒന്നാകെ താടിലൂടെ ഒലിപ്പിച്ച് വൃത്തിയില്ലാതെ വെടുപ്പില്ലാതെ അങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നു. അവസാനം അയാൾ മരിച്ചപ്പോ അയാളെ മയ്യത്ത് കൊണ്ടുപോയി ഒരു പ്രൈവറ്റ് പ്രോപ്പർട്ടിയിൽ മറവ് ചെയ്ത് അവിടെ ജാരമാക്കി കെട്ടിയുയർത്തി കൊണ്ടുവന്ന് അന്ന് സമസ്തയുടെ വലിയ നേതാവായിരുന്ന ഈക്ക അബൂബക്കർ മുസ്ലിയാർ വന്നിട്ടാണ് ജാറത്തിന് തറക്കല്ലിട്ടത്. ആ തറക്കല്ലിട്ടപ്പോൾ ഈക്ക അബൂബക്കർ മുസ്ലിയാർ അന്ന് കൊടുത്ത പേരാ താജുൽ ഔലിയ. പേരിട്ടു എന്ന് മാത്രമല്ല, അന്നത്തെ പ്രസംഗത്തിന് ഈക്ക അബൂബക്കർ മുസ്ലിയാർ പറഞ്ഞു അത്രേ, അള്ളാഹുവിന്റെ റസൂല് സ്വഹാബത്തിനെ കൂടെ ഇരിക്കുമ്പോൾ സ്വഹാബത്തിന് മനസ്സിലാവാത്ത ഭാഷയിൽ അവിടുന്ന് പലതും പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ അള്ളാഹുമായി നേർക്കുനേരെ സംസാരിക്കുകയായിരുന്നു. എന്നതുപോലെ നമുക്കിടയിൽ ജീവിച്ചപ്പോൾ ശൈഖുന നമുക്കറിയാത്ത ഭാഷയിൽ പലതും പറഞ്ഞിട്ടും ചെയ്തിട്ടുമുണ്ട്. അതൊക്കെ അള്ളാഹുമായി സംസാരിക്കുക അല്ല എന്ന് നമുക്കെങ്ങനെ ഉറപ്പിക്കാൻ കഴിയും? തക്ബീറും ചൊല്ലി പാസാക്കി പോയതാന്ന്. അങ്ങനെയാണ് താജുൽ ഔലിയായി മാറിയത്. പിന്നീട് അദ്ദേഹം തങ്ങളാണ് എന്ന് പറഞ്ഞ സുന്നത്ത് മാസികക്കാരൻ 95 ഡിസംബറിലെ സുന്നത്ത് മാസികയിൽ കാന്തപുരം വിഭാഗം അദ്ദേഹത്തെ പരാമർശിച്ചത് തങ്ങൾ എന്ന പേരിലാണ്. പിന്നെ അയാളെ കറാമത്തുകൾ പ്രചരിപ്പിക്കലായി. എത്രയെത്ര കറാമത്തുകളാ പിന്നെ അങ്ങനെ പ്രചരിപ്പിച്ചു പോകുന്നത്, ഓരോന്നും വിവരിക്കേണ്ട കാര്യമില്ല. അതാണ് താജുൽ ഔലിയ. അന്ന് താജുൽ ഔലിയ എന്ന് പരിചയപ്പെടുത്തി പ്രസംഗം കഴിഞ്ഞപ്പോൾ ആ നാട്ടിലെ നിരീശ്വരവാദിയായ ഒരു മനുഷ്യൻ ചോദിച്ചു അത്രേ, എന്താണ് ഈ താജുൽ ഔലിയ എന്ന് പറഞ്ഞാൽ? പറഞ്ഞു കൊടുത്തു, ഔലിയാക്കന്മാരെ കിരീടമെന്നാണ് അർത്ഥം. അപ്പൊ അദ്ദേഹം ചോദിച്ചു, ഔലിയാക്കന്മാർ എന്ന് പറഞ്ഞാൽ നിങ്ങളെ നബിയും നബിയുടെ അനുയായികളൊക്കെ പെടുമോ? അതെ, അവരൊക്കെ പെടും, അവരാണ് മുൻപന്തിയിൽ. ഓഹോ, അപ്പൊ അവരൊക്കെ ഇങ്ങനെ തന്നെയായിരുന്നു വല്ലേതാ ഇയാളെ ചോദ്യം. കിരീടം ഇങ്ങനെയാണെങ്കിൽ പിന്നെ ബാക്കി എന്തായാലും അങ്ങനെ ആകുമല്ലോ. ആരാ സഹോദര അത് പറയിപ്പിച്ചത്? ഇന്നും ആ മനുഷ്യന്റെ ഖബറിങ്ങൾ വലിയ ഉറൂസുകൾ സംഘടിപ്പിക്കപ്പെടുന്നു, നൂറുകണക്കിന് മൃഗങ്ങളെ ബലിയർപ്പിക്കപ്പെടുന്നു, അവിടെ നേർച്ച പെട്ടികൾ സ്ഥാപിച്ചിരിക്കുന്നു. നമ്മുടെ മക്കൾക്ക് മാനസികമാണോ? അവിടെ കൊണ്ടുപോയി പണം എറിഞ്ഞാൽ മതി, അവിടേക്ക് നേർച്ച നേർന്നാൽ മതി. ആ മാനസികം ഈ മാനസിക രോഗി മാറ്റുമെന്നാണ് പ്രചരിപ്പിക്കുന്നത്. സഹോദര, എന്തൊരു വിരോധാഭാസം! ഇസ്ലാമിന്റെ പേരിലാണ് ഇത്. ഇത്തരം ആളുകൾ അവരുടെ കറാമത്ത് കച്ചവടങ്ങൾ, അവരുടെ ചൂഷണങ്ങൾ അവർ സ്ഥാപിക്കുന്നത് തന്നെ അല്ലാഹു അല്ലാത്തവർക്ക് ചില സിദ്ധിയുണ്ട് എന്ന അടിസ്ഥാന തത്വത്തിലാണ്. അതിന് ഉപയോഗിക്കുന്ന, ദുരുപയോഗം ചെയ്യുന്ന ഒരു പദപ്രയോഗമാണ് വിലായത്ത്. വലിയ എന്ന് പറഞ്ഞാൽ അങ്ങനെ പ്രത്യേക ജീവികളായി, പ്രത്യേക ഒരു പാർട്ടിയായി മാറിപ്പോകുന്ന ടീമായിട്ടല്ല ഇസ്ലാം പരിചയപ്പെടുത്തിയത്. വിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തിയല്ലോ, അലാ ഇന്ന ഔലിയാ അല്ലാഹ് ലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ അല്ലദീന ആമനൂ വകാനൂ യത്തഖൂൻ. അലാ, അറിയണേ, ഇന്ന ഔലിയാ അല്ലാഹ്, അല്ലാഹുവിന്റെ ഔലിയാ, അല്ലാഹുവിന്റെ മിത്രങ്ങൾ, അവന്റെ ഇഷ്ടപാത്രങ്ങൾ, അവർ ലാ ഖൗഫുൻ അലൈഹിം, അവരുടെ മേൽ ഭയമേതുമില്ല, വലാ ഹും യഹ്സനൂൻ, അവർ ദുഃഖിക്കുന്നവരുമല്ല. അവർക്ക് ഭയമില്ല, ദുഃഖമില്ല എന്ന് പറഞ്ഞാൽ അതിനർത്ഥം അവരെ കൊത്താൻ പാമ്പ് വന്നാൽ അവർ പേടിക്കൂല എന്നല്ല, അവരെ പിന്നാലെ നായ ഓടിയാ ബേജാറാകൂല എന്നല്ല, അവർക്ക് ടെൻഷൻ ഇല്ല എന്നല്ല, അതല്ല ഉദ്ദേശിക്കപ്പെടുന്നത്. നേരെ മറിച്ച് അവർ ദുഃഖിക്കേണ്ടതില്ല. പാരത്രികമായ ലോകത്ത് അല്ലാഹു തആല അവർക്ക് അർഹമായത് നൽകും, സ്വർഗം നൽകും, നിരാശപ്പെടേണ്ടി വരില്ല എന്നേ അതിനർത്ഥമുള്ളൂ. ദുന്യാവിൽ പേടില്ല എന്നല്ല. കാരണം അമ്പിയാക്കന്മാരിൽ പ്രധാനിയാണ്, ഉലുൽ അസ്മിൽ പ്രധാനിയാണ് മൂസാ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ മൂസാ നബി പേടിച്ചത് ഖുർആൻ 2-3 സ്ഥലത്ത് ആവർത്തിച്ച് പഠിപ്പിക്കുന്നുണ്ട്. ഫിർഔന്റെ മുമ്പിലേക്ക് പോകാൻ ഓർഡർ കിട്ടിയപ്പോൾ പറഞ്ഞ വാക്കെന്താ?
വലഹും അലയ്യ ദംബുൻ ഫഅഖാഫു അൻ യഖ്തുലൂൻ. അവർ എന്നെ കൊന്നുകളയുമെന്ന് ഞാൻ പേടിക്കുന്നു. ഇവിടെ പറഞ്ഞതോ ലാ ഖൗഫുൻ അലൈഹിം, അവർക്ക് പേടിയില്ല. ഓഹോ, എനിക്ക് പേടിയാണോ, ഞാൻ ഈ ഔലിയല്ല എന്നല്ല പറഞ്ഞത്. ആ പേടി വേറെ, ഈ പേടി വേറെ. അതേ മൂസ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫിർഔന്റെ മുമ്പിൽ വന്നു, നബിയാണെന്ന് പ്രഖ്യാപിച്ചു, മുഅ്ജിസത്ത് കാണിച്ചു. അത് കഴിഞ്ഞ് ഫിർഔൻ വെല്ലുവിളിച്ചു, സംവാദത്തിന് വേദി ഒരുങ്ങി. സംവാദ വേദിയിൽ വന്ന് അവരൊക്കെ വടിയും കയറും താഴെയിട്ടു. അതൊക്കെ സർപ്പമായി മാറിയപ്പോഴോ ഫഔജസ ഫീ നഫ്സിഹി ഖീഫതൻ മൂസ, മൂസ നബിയുടെ മനസ്സിൽ ഭയമുണ്ടായി എന്നാ ഖുർആൻ പറഞ്ഞത്. പേടിച്ചിട്ടുണ്ട് അവർ, ഹുസ്നുണ്ടായിട്ടുണ്ട്, ദുഃഖമുണ്ടായിട്ടുണ്ട് അവർക്ക്. യാക്കൂബ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖുർആൻ പരിചയപ്പെടുത്തി. മകൻ നഷ്ടപ്പെട്ട പിതാവ് യാക്കൂബ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അദ്ദേഹത്തിന്റെ പ്രഖ്യാപനം എന്താ? ഇന്നമാ അഷ്കൂ ബസീ വഹുസ്നി ഇലല്ലാഹ്. എന്റെ ദുഃഖങ്ങളെ, എന്റെ വിഷമങ്ങളെ ഞാൻ റബ്ബിനോട് മാത്രം പരാതിപ്പെടുന്നു. ഹുസ്നുണ്ട് എന്ന ദുഃഖമെന്നാണ് ഇതേ വാക്കാ ഖുർആൻ ഇവിടെ പ്രയോഗിച്ചത്. ലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ എന്ന് പറഞ്ഞാൽ അവർക്ക് ആരും പേടില്ല എന്ന് ഇപ്പം അർത്ഥമല്ല. ഈ പേടില്ലാത്ത ഭ്രാന്തോണ്ട വേറൊന്നുമല്ല. കോയപ്പാപ്പക്ക് ഒരാളും പേടില്ല, തുണി കഴിച്ചിട്ട് നടക്കും. എന്താ പ്രശ്നം? ബുദ്ധിയില്ല. നമുക്കത് പേടിയാണ്, കാരണം ബുദ്ധിയുണ്ട്. മാനസിക രോഗികളെ സംബന്ധിച്ച് പേടിക്കാനില്ല, അവർക്ക് ബുദ്ധി തെറ്റിപ്പോയവരാണ്. അതിനെ കൊണ്ടുവന്ന് ഈ ആയത്തിലേക്ക് ഫിറ്റാക്കി അവരാണ് ഔലിയാക്കന്മാർ എന്ന് സ്ഥാപിച്ചെടുക്കാനും അങ്ങനെ ഒരു സ്പെഷ്യൽ ഒരു കാറ്റഗറിയായി ഇവിടെ സ്ഥാപിക്കാനുമാണ് അത്തരം ആളുകൾ ശ്രമിക്കുന്നത്. അതിനാണ് അദൃശ്യജ്ഞാനങ്ങൾ അവർക്ക് ചാർത്തിക്കൊടുക്കുക, അവർ പറഞ്ഞ വാക്ക് ശരിയായി എന്ന് സ്ഥാപിച്ചെടുക്കുക. അതിനകത്ത് അവസാനം ഒരു നാടകം, ഒരു കുടത്തയക്കാരൻ ഇവിടെ കളിക്കാൻ ശ്രമിച്ചത്. മയ്യത്ത് കാണാതെ വിഷമിക്കുമ്പോൾ ഏതോ തങ്ങൾ വന്ന് പറഞ്ഞത്രേ, ഇവിടെ തെരഞ്ഞോ എന്നാ കിട്ടും. അങ്ങനെ തെരഞ്ഞപ്പോൾ കിട്ടിയില്ല. പിന്നെ മുപ്പര് വെടിപൊട്ടി. പക്ഷെ തെരഞ്ഞോ പറഞ്ഞു, ഞാൻ തെരഞ്ഞത് കിട്ടിയത് അവിടെ നിന്നല്ല, ഇയാൾ പറഞ്ഞത് വേറെ, കിട്ടിയത് വേറെ. അപ്പം പിന്നെ കണ്ടുപിടിച്ചു ആ തെരഞ്ഞ ആൾ വഹാബിയാണ്. അപ്പം തെരഞ്ഞ ആൾ വഹാബി ആയതുകൊണ്ട് പിന്നെ മയ്യത്താണ് മാറിക്കിടന്നതാണോ നമുക്കറിയില്ല. തെരഞ്ഞോ വഹാബി അല്ല, എന്തായാലും ശരി, ഇയാൾ പറഞ്ഞിടത്ത് കിട്ടേണ്ട സാധനം തങ്ങപ്പാപ്പ പറഞ്ഞിടത്ത് കുഴിച്ചിട്ട് കിട്ടിയിട്ടില്ല, 200 മീറ്റർ അപ്പുറത്തിനാ കിട്ടിയിരുന്ന ഒരു റിവായത്ത് നമുക്കറിയില്ല. അപ്പോഴാ കണ്ടെത്തിയത് ആ ഉദ്യോഗസ്ഥന് വഹാബിയാ. മൂപ്പര് വഹാബി ആയതുകൊണ്ട് എന്താ മയ്യത്ത് അങ്ങോട്ട് നീങ്ങിയോ? അപ്പൊ മൂപ്പരിക്കുള്ള കറാമത്ത് അങ്ങനെയാണെങ്കിൽ അപ്പൊ ഒന്ന് പൊട്ടിച്ചു നോക്കിയില്ല. മറ്റേ ശൈഖുന വന്ന് വല്ലതും പ്രഖ്യാപിക്കുമെന്ന് പേടി. അതിന് മുമ്പേ ഒരു മുഴ മുമ്പേ എറിഞ്ഞതാണ്, പക്ഷെ അത് വിലപ്പോയില്ല എന്ന് മാത്രം. അഥവാ സ്ഥാപിച്ച് കിട്ടിക്കഴിഞ്ഞാലോ എന്നേക്കുമായി ഒരു മുതൽക്കൂട്ടാക്കി മാറ്റാം. ഇനി തങ്ങൾ മരിച്ചാലും പ്രസിഡന്റിനെ വേറെ തന്നെ എടുത്താലും ശരി, തൽക്കാലം നമുക്ക് ആ ഖബർ മതി, ഇനി സമസ്തക്ക് ജീവിക്കാൻ എന്നൊരു കാഴ്ചപ്പാട് കൂടി ഒരു പക്ഷെ അത്രക്കാർക്ക് ഉണ്ടായേക്കാം. അതിനുവേണ്ടിയാണ് സ്ഥാപിച്ചെടുക്കുന്നത്. സഹോദരങ്ങൾ, അതല്ല വിലായത്ത്. വിലായത്തല്ല അങ്ങനെ കുറെ സിദ്ധി കിട്ടിയിട്ട് ആ സിദ്ധിയുമായി അങ്ങനെ നാട്ടിലിറങ്ങുക, അതിങ്ങനെ നേട്ടം പ്രകടിപ്പിക്കുക, ഞാനിതാ വലിയ എന്ന് പറയാ, വീടിന്റെ മുമ്പിൽ ബോർഡ് വെക്കുക, പരിശോധനാ സമയം നിശ്ചയിക്കുക, അതൊന്നുമല്ല വിലായത്ത്. നേരെ മറിച്ച് ആരാണ് വലിയ? അല്ലദീന ആമനു വകാനൂ യത്തഖൂൻ. ഈമാനുള്ളവർ, തഖ്വയുള്ളവർ. ഈമാനുള്ളവർ, തഖ്വയുള്ളവർ, അതിന്റെ പര്യായമാ വലിയ. മുഅ്മിൻ എന്ന വാക്കിന്റെ, മുത്തഖി എന്ന വാക്കിന്റെ പര്യായ പദമാണ് വലിയ. ഈ ആയത്ത് വ്യാഖ്യാനിക്കുമ്പോൾ പ്രഗത്ഭനായ ഖുർആനി വ്യാഖ്യാതാവ് ഇബ്നു കസീർ റഹിമഹുല്ലാഹ് അദ്ദേഹത്തിന്റെ തഫ്സീർ രേഖപ്പെടുത്തി വെക്കുന്നു, ഫകുല്ലു മൻ കാന തഖിയ കാന ലില്ലാഹി വലിയ. ഫകുല്ലു മൻ കാന തഖിയ, മുത്തഖിയായ, അല്ലാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുന്ന, സട്ടാവിനെ ഭയന്ന് ജീവിക്കുന്ന ഏതൊക്കെ മനുഷ്യരുണ്ടോ കാന ലില്ലാഹി വലിയ, അവരൊക്കെ അല്ലാഹുവിന്റെ വലിയാണ്. മുത്തഖീങ്ങളായ എല്ലാവരും അല്ലാഹുവിന്റെ വലിയാണ്. അപ്പൊ വലിയനെ എവിടെ കാണാം? എവിടെയും കാണാം, എവിടെയും കാണാം. പാടത്ത് പണിയെടുക്കുന്നവൻ ഒരുപക്ഷെ വലിയാകാം, ഈമാനും തഖ്വയും ഉണ്ടെങ്കിൽ. അങ്ങാടി കച്ചവടം ചെയ്യുന്ന കച്ചവടക്കാരൻ അവൻ വലിയാകാം, ഈമാനും തഖ്വയും ഉണ്ടെങ്കിൽ. സ്കൂളിലും മദ്രസയിലും പഠിപ്പിക്കുന്ന അധ്യാപകൻ വലിയാകാം, ഈമാനും തഖ്വയും ഉണ്ടെങ്കിൽ. അതാണ് ഇസ്ലാമിന്റെ കാഴ്ചപ്പാട്. അല്ലാതെ ഔലിയാക്കം വന്നിട്ട് ഒരു സ്പെഷ്യൽ കാറ്റഗറി ഉണ്ടാക്കിയിട്ട് അവർക്കൊരു പച്ചപ്പുതപ്പ്, മറ്റവർക്ക് വെള്ളക്കെട്ട്, ഇങ്ങനെ കെട്ടുമാറ്റിയിട്ട് സാധാരണ മുസ്ലിയാരാണ് ഈ വെള്ള തലയിക്കെട്ട്, ഔലിയായി കഴിഞ്ഞാൽ പിന്നെ പച്ച, അതിന് തുടക്കം ഒരു പച്ച വള്ളി കഴുത്തിലിടുക, അങ്ങനെയൊന്നും പഠിപ്പിച്ചിട്ടില്ല എന്നർത്ഥം. അങ്ങനത്തെ ഒരു സ്പെഷ്യൽ കാറ്റഗറി അല്ല വിലായത്ത് എന്നത്. ഫകുല്ലു മൻ കാന തഖിയ കാന ലില്ലാഹി വലിയ. മുത്തഖിയായവരെല്ലാം അള്ളാഹിന്റെ വലിയാകുന്നു. ഒരാൾ ഔലിയല്ല എന്ന് പറഞ്ഞാൽ ഒരു തഖ്വയില്ല.
മുഅ്മിൻ എന്ന വാക്കിന്റെ, മുത്തഖി എന്ന വാക്കിന്റെ പര്യായ പദമായിട്ടാണ് ഇസ്ലാം വലിയ എന്ന പദത്തിനെ പരിചയപ്പെടുത്തിയത്. കറാമത്ത് എന്നാൽ ആദരവ് എന്നാണ്. ആദരവ് എന്ന കറാമത്തിനർത്ഥം വലഖദ് കറംനാ ബനി ആദം, ആദം സന്തതികളെ നാം ആദരിച്ചിരിക്കുന്നു. അവിടെ ഖുർആൻ പഠിപ്പിച്ച ഒരു കറാമത്ത്. ആദമിന്റെ മക്കളെ മൊത്തത്തിൽ, മനുഷ്യർക്ക് മൊത്തത്തിൽ അള്ളാഹു നൽകിയ ഒരു കറാമത്തുണ്ട്. അതാണ് വലഖദ് കറംനാ ബനി ആദം. ഇനി സാങ്കേതികമായ കറാമത്തോ? സാങ്കേതികമായ കറാമത്ത് എന്താ? അഥവാ അള്ളാഹുവിനുള്ള ഇബാദത്തിൽ മുഴുകി ഈമാനും തഖ്വയും ശരിയായി അള്ളാഹിന്റെ ശരിയായ വിശ്വാസിയായി മാറിയ ഒരു അടിമ, ആ അടിമക്കൊരു പക്ഷേ അള്ളാഹു തആല ഉദ്ദേശിച്ചൊരു കാര്യം അള്ളാഹു ഉദ്ദേശിക്കുന്ന സമയത്ത് അള്ളാഹു ഉദ്ദേശിക്കുന്ന ആളിലൂടെ അള്ളാഹു വെളിപ്പെടുത്തിയേക്കാം. അതാണ് കറാമത്ത് സാങ്കേതികമായിട്ട്. സാങ്കേതികമായ കറാമത്ത് അതാ, സിദ്ധിയല്ല, കൊടുത്ത കഴിവല്ല. കൊടുത്ത കഴിവ് എന്ന സാങ്കേതികത്തിലാണ് സമസ്ത മുഴുവൻ സ്ഥാപിക്കപ്പെട്ടത്. കൊടുത്ത കഴിവ് എന്ന ദുർവ്യാഖ്യാനത്തിലാണ് ഷിയായിസം നിലകൊള്ളുന്നത്. കൊടുത്ത കഴിവ് എന്ന സാങ്കേതികത്തിലാണ് സൂഫിയത്ത് നിലകൊള്ളുന്നത്. അതിലാണ് ഈ കണ്ട എല്ലാ അന്ധവിശ്വാസങ്ങളെയും അവർ സ്ഥാപിച്ചെടുത്തത്. കൊടുത്ത കഴിവില്ലെങ്കിൽ പിന്നെ ഇതിനൊന്നും സ്ഥാനമില്ല. മാലപ്പാട്ടുകൾ, മൗലീദുകൾ, റാത്തീബുകൾ, കുത്തുബിയത്തുകൾ, ഹദ്ദാദുകൾ, ജാരങ്ങൾ, ദർഗകൾ, അതേപോലെ തെറ്റായ നേർച്ചകൾ, ഉറുക്കുകൾ, ഏലസുകൾ, മന്ത്രവാദങ്ങൾ തുടങ്ങി എന്തെല്ലാം ഇവിടെ ആദർശമായി കൊണ്ടടക്കപ്പെടുന്നുവോ അത് മുഴുവൻ നിലനിൽക്കണമെങ്കിൽ കൊടുത്ത കഴിവ് എന്ന ഒന്നുണ്ടെന്ന് വന്നേ പറ്റൂ. കൊടുത്ത കഴിവില്ലെങ്കിൽ പിന്നെ ആരാ തേടാൻ പോകുക? കൊടുത്ത കഴിവില്ലെങ്കിൽ പിന്നെ ആരാ പെട്ടിലേക്ക് പണമറിയാൻ പോകുക? കൊടുത്ത കഴിവില്ലെങ്കിൽ പിന്നെ ആരാ അവരുടെ പേരിൽ വേദി സംഘടിപ്പിക്കാൻ പോവുക? കൊടുത്ത കഴിവില്ലെങ്കിൽ പിന്നെ ആർക്കാ മാലയും മൗലീദും വേണ്ടത്? പിന്നെന്തിനാ മങ്കൂസ്? പിന്നെന്തിനാ കുത്തുബിയത്ത്? പിന്നെന്തിനാ സറഫനാമ്? അതൊക്കെ ഇല്ലെങ്കിൽ പിന്നെന്തിനാ സമസ്ത? അപ്പൊ സമസ്ത നിലനിൽക്കണോ? കൊടുത്ത കഴിവ് എന്ന ഒന്ന് സ്ഥാപിച്ചേ പറ്റൂ. അതുകൊണ്ട് എന്തു വില കൊടുത്തും എന്തു ത്യാഗം ചെയ്തും ആളുകൾ മുസ്ലിയാക്കന്മാർ സ്ഥാപിക്കാൻ ശ്രമിക്കും. കൊടുത്ത കഴിവൊന്നുണ്ട്, അത് പള്ളിക്കടവെന്ന് അമ്പലക്കടവിലേക്ക് മാറിയാലും വേണ്ടില്ല, അത് സ്ഥാപിച്ചേ പറ്റുമെന്നാണ് അവരുടെയൊക്കെ വാശി. കാരണം അത് സ്ഥാപിക്കപ്പെട്ടെങ്കിലേ തങ്ങളുടെ ഈ ചൂഷണ വഴികൾ ഇവിടെ നിലനിൽക്കുകയുള്ളൂ. അതിനു വേണ്ടിയാണ് ഇടയ്ക്കിങ്ങനെ ഓരോ കഥകൾ, അവിടെ കിനാവ് കണ്ടു, ഇവിടെ വെളിപ്പെട്ടു, അവിടെ പ്രത്യക്ഷപ്പെട്ടു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഓരോരോ കഥകളുമായി അത്തരം ആളുകൾ രംഗത്ത് വരുന്നത്. അത് സ്ഥാപിച്ചെടുക്കാനാണ്. പല പേരിൽ പലരെയും അവതരിപ്പിക്കാൻ ശ്രമിക്കും. അവർക്കൊക്കെ സിദ്ധിയുണ്ട് എന്ന് സ്ഥാപിച്ചെടുക്കാൻ ശ്രമിക്കും. അതിന് കുറെ കള്ളക്കഥകളെ എവിടെയൊക്കെ തണ്ടിപ്പിടിച്ച് കൊണ്ടുവരും. ഇല്ലെങ്കിൽ ഉള്ള കഥകളിൽ പൊടിപ്പും തൊങ്ങലും വെച്ച് സ്ഥാപിച്ചെടുക്കാൻ ശ്രമിക്കും. ഇടക്കാലത്ത് സോഷ്യൽ മീഡിയയിൽ വ്യാപകമായി പ്രചരിപ്പിക്കാൻ നോക്കി ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ പേരിൽ പ്രചരിപ്പിക്കപ്പെട്ടൊരു കഥ. അദ്ദേഹം മദീന പള്ളിയിൽ നിന്നുകൊണ്ട് യുദ്ധം നിയന്ത്രിച്ചുവെന്നാണ് ചില ആളുകൾ അതേക്കുറിച്ച് പ്രചരിപ്പിച്ചത്. പിന്നെ എന്തെല്ലാമാണ് ഓരോരുത്തന്റെ ഭാവനക്കനുസരിച്ച് അതിന് പൊടിപ്പും തൊങ്ങലും വെച്ച് കൊണ്ടുവരികയാ. എന്താ വിഷയം? ധാരാളം ചരിത്ര ഗ്രന്ഥങ്ങളിൽ അത് സ്ഥാനം പിടിച്ചിട്ടുണ്ട് എന്ന് ശരിയാണ്. ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു ഖലീഫയായിരിക്കെ ഒരു ഇസ്ലാമിക സൈന്യത്തെ നിയോഗിക്കുന്നു നഹാവന്ത് എന്ന് പറയുന്ന പ്രദേശത്തേക്ക്. ആ സൈന്യത്തിന്റെ സേനാനായകൻ സാരിയ എന്ന് പറയുന്ന സ്വഹാബിയാണ്. അങ്ങനെ ആ സ്വഹാബിയുടെ നേതൃത്വത്തിന് സ്വഹാബിമാരും താബിഈങ്ങളും മാത്രമുള്ള സൈന്യങ്ങൾ സ്വഹാബിയായ ഉമർ ഖത്താബിന്റെ നിർദ്ദേശപ്രകാരം യാത്ര പോകുന്നു. അഥവാ പറഞ്ഞേക്കുന്ന ഉമർ ഖത്താബ് വലിയാണ്, സേനാനായകനായ സാരിയ വലിയാണ്, സൈന്യത്തിലുള്ള മുഴുവൻ ആളുകളും ഔലിയാക്കളാണ്. കാരണം സ്വഹാബിമാരോ താബിഈകളോ മാത്രമേ ആ സൈന്യത്തിലുള്ളൂ, അല്ലാത്ത ആരുമില്ല. അവരാണ് പോകുന്നത് യുദ്ധം ചെയ്യാൻ വേണ്ടി. അങ്ങനെ അവര് പോയി, യാതൊരു വിവരവും ഇങ്ങോട്ടില്ല, ഇവിടുന്ന് അങ്ങോട്ടുമില്ല. അങ്ങനെ ഇരിക്കുകയാണ് ഒരു ദിവസം വെള്ളിയാഴ്ച ജുമുഅ ഖുത്ബയിൽ ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു ഖുത്ബ നിർവഹിച്ചു കൊണ്ടിരിക്കെ ഇടയ്ക്ക് അദ്ദേഹം വിളിച്ചു പറഞ്ഞു, യാ സാരിയ അൽ ജബൽ, സാരിയ ആ പർവ്വതം ശ്രദ്ധിക്കണേ. ഖുത്ബ എങ്ങനെ നടക്കുക? അതിനിടയ്ക്ക് ഉമർ ഖത്താബ് പറഞ്ഞു, പിന്നെ ഖുത്ബ ബാക്കി പറയുകയും ചെയ്തു. ആളുകൾ അന്തം മുട്ടി, എന്താ ഇപ്പം ഇയാൾ വിളിച്ചു പറയണത്? എന്താ ഇപ്പം ഖത്തീബിന് സംഭവിച്ചത്? ആരാ ഖുത്ബ കേൾക്കുന്നവർ? ഒന്നുകിൽ സ്വഹാബിമാർ, അല്ലെങ്കിൽ താബിഈകൾ. ഔലിയാക്കളല്ലാത്ത ഒരാളും താഴെ ഇല്ല. വലിയല്ലാത്ത ഒരു മനുഷ്യൻ ആ പള്ളി ഖുത്ബ കേൾക്കാനില്ല. എന്നിട്ട് ഈ ഔലിയാക്കന്മാർക്ക് മനസ്സിലായില്ല എന്താ ഇപ്പം ഇദ്ദേഹം വിളിച്ചു പറഞ്ഞത് എന്ന്. നിസ്കാരം കഴിഞ്ഞപ്പോൾ ചോദിച്ചു, എന്താ നിങ്ങൾ ഖുത്ബക്കിടയിൽ ഇങ്ങനെ യാ സാരിയ അൽ ജബൽ എന്ന് പറഞ്ഞല്ലോ? ഖത്തീബേ, ഞാൻ പറഞ്ഞിട്ടില്ല. നിങ്ങൾ പറഞ്ഞു? ഇല്ല, ഞാൻ പറഞ്ഞിട്ടില്ല. നിങ്ങൾ പറഞ്ഞല്ലോ? ഇല്ല, ഞാൻ പറഞ്ഞിട്ടില്ല. എന്താ പിടിപ്പിടില്ല. അപ്പൊ അദ്ദേഹം പറഞ്ഞിട്ടില്ല പറഞ്ഞത്.
ചില റിപ്പോർട്ടിൽ കാണാം അപ്പോൾ ചോദിച്ചു എന്താ നിങ്ങൾക്ക് ഭ്രാന്തായോ എന്ന് ചോദിച്ചു എന്ന്. ആ സംഭവം ഇവിടെ കഴിഞ്ഞു. പിന്നീട് ആഴ്ചകൾ കഴിഞ്ഞ് ഇസ്ലാമിക സൈന്യം നഹാബന്ദറിൽ വിജയം വരിച്ച് തിരിച്ചു മദീനത്തേക്ക് വരുന്നു. വിശേഷങ്ങളൊക്കെ ചോദിക്കുന്നു. ഒക്കെ പറഞ്ഞ കൂട്ടത്തിൽ പറഞ്ഞു, ഞങ്ങൾ യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്നൊരു ശബ്ദം കേട്ടു, സാരിയ പർവ്വതം ശ്രദ്ധിക്കണേ. അപ്പൊ ഒന്ന് ശ്രദ്ധിച്ചപ്പോൾ ആ ഭാഗത്ത് ശത്രുക്കൾ വരുന്നത് കണ്ടു. അത് ഞങ്ങൾക്ക് വലിയ സഹായകമായി. എന്നാ ഉമർ ഖത്താബ് പറഞ്ഞോ, ഞാൻ ഇവിടുന്ന് കൺട്രോൾ ചെയ്താ എന്താ നിങ്ങൾ വിചാരിച്ചത്? ഇല്ല. സാരിയ പറഞ്ഞോ, വിളിപെടുത്ത് ചെന്നപ്പോ ഉമർ ഖത്താബ് ഉണ്ടാകുന്നോടി, ഞാൻ ഔലിയാണല്ലോ, നിങ്ങൾ സ്വഹാബി, ഞാനും സ്വഹാബി, എന്നോട് ഏർപ്പാട് വേണം, എനിക്കിവിടെ കാണുന്നുണ്ട് എന്ന് പറഞ്ഞോ? ഇല്ല. ഇനി താഴെ ഇരിക്കുന്ന ശ്രോതാക്കളോ എല്ലാവരും ഔലിയാക്കന്മാർ, എല്ലാവരും കൂടി വിളിച്ചു പറയണ്ട. അങ്ങനെയാണെങ്കിൽ പള്ളിയിൽ ഒന്നാകൊരു വിളി യാ സാരിയ അൽ ജബൽ ഉണ്ടായിട്ടില്ല. എല്ലാവരും കണ്ടോ കാഴ്ച? ഇല്ല. സാരിയുടെ കൂടെ യുദ്ധം ചെയ്യുന്ന സൈനികർ മുഴുവനും ഔലിയാക്കന്മാർ, അവരാരും കണ്ടില്ല തൊട്ടപ്പുറത്തെ പർവ്വതത്തിന്റെ പിറകിൽ നിന്ന് സൈന്യം വരുന്നത്. എന്തു മനസ്സിലായി? ഉമർ ഖത്താബിന്റെ കറാമത്താണ്. നമ്മൾ അംഗീകരിച്ചാൽ തന്നെ പ്രശ്നം തീർന്നു. കാരണം എന്താ? സിദ്ധിയല്ല കറാമത്ത്. കറാമത്ത് സിദ്ധിയാണെങ്കിലോ ഈ പറയപ്പെട്ട എല്ലാവർക്കും ഉണ്ടാകണത്, എല്ലാവരും കാണണമത്. അവരാരും കണ്ടില്ല. ഉമർ ഖത്താബ് പോലും അക്കാര്യം അറിഞ്ഞിട്ടല്ല. ഉമർ ഖത്താബിന് ചില സവിശേഷതകൾ പ്രവാചകൻ പഠിപ്പിച്ചിട്ടുമുണ്ട്. അത് കൂട്ടത്തിൽ മനസ്സിലാക്കാം. ചില ഇൽഹാമുകൾ, ചില തോന്നിപ്പിക്കലുകൾ അള്ളാഹിന്റെ ഭാഗത്ത് നിന്ന് കിട്ടുന്ന വ്യക്തിയാണ് ഉമർ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് സ്വഹീഹായി വന്നിട്ടുമുണ്ട്. ആ തോന്നിപ്പിക്കലായിരിക്കാം അത്. ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് വിശദമായി ഇത് വിശദീകരിച്ചിട്ടുണ്ട്. ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് ഇത് വിശദീകരിച്ചിട്ടുണ്ട്. ഇബ്നു കസീർ റഹിമഹുല്ലാഹ് ഇത് വിശദീകരിച്ചിട്ടുണ്ട്. അഹ്ലുസുന്നയുടെ പല പണ്ഡിതന്മാരും ഇത് കൃത്യമായി വിശദീകരിച്ചിട്ടുണ്ട്. ഇമാം ബൈഹഖിയൊക്കെ ഉമർ ഖത്താബിന്റെ കറാമത്തായിക്കൊണ്ടാണ് ഇതിനെ പരിചയപ്പെടുത്തിയത് തന്നെ. അപ്പൊ കറാമത്തിലൂടെ മറിഞ്ഞ കാര്യം അറിയാൻ കഴിയുമോ? അങ്ങനെ കഴിവില്ല. പിന്നെയോ അള്ളാഹ് ഉദ്ദേശിച്ചപ്പോൾ അള്ളാഹ് ഉദ്ദേശിച്ച കാര്യം അള്ളാഹ് ഉദ്ദേശിച്ച വ്യക്തിയിലൂടെ അള്ളാഹു നടപ്പാക്കി, അത്രയേ ഉള്ളൂ. എന്നാൽ അത് കണ്ടിട്ട് ഇത് കേട്ടിട്ട് ശേഷം പിന്നെ ഏതെങ്കിലും സഹാബി, ഏതെങ്കിലും താബിഈ പിന്നൊരു വിഷയം വരും, ഉമർ ഖത്താബെ കാക്കണേ എന്ന് പറഞ്ഞോ? ഇല്ല. ഇതേ സാരിയ പിന്നെ ഘട്ടത്തിൽ പ്രാർത്ഥിച്ചോ, ഉമർ ഖത്താബെ അന്ന് നിങ്ങളാണോ സഹായിച്ചത്? ഞാനിതാ പ്രയാസത്തിലാണ്, എന്നെ സഹായിക്കണേ എന്ന് പറഞ്ഞോ? ഇല്ല. അതേ ഉമർ ഖത്താബിനെ കൊല്ലാൻ വേണ്ടി ശത്രുപക്ഷത്തുള്ള ഒരാൾ വന്ന് കാത്തിരിക്കുന്നു. ഖിബലയുടെ ഭാഗത്ത് പള്ളിയുടെ പുറത്ത് ഒരു വലിയ പാറക്ക് പിന്നിലായി മറഞ്ഞിരിക്കുക. എന്തിന്? ഉമർ ഖത്താബ് നിസ്കാരം ആരംഭിക്കട്ടെ, എന്നിട്ട് വേണം കയറി കുത്താൻ. ഈ ശത്രു മനസ്സിലാക്കിയോ, ഉമർ ഖത്താബ് ഔലിയ കുപ്പിയകത്തുള്ള വസ്തുവിനെ പോലെ കാണുമ്പോൾ ഞാൻ നിങ്ങളുടെ കൽഭാഗം എന്ന ദറജയിലേക്ക് എത്തിയവരാ, ഞാൻ മാറി നിന്നിട്ട് കാര്യമൊന്നുമില്ല, നേരെ കയറിച്ചില്ല, കുത്തിപ്പോരാ, മാറിന്നാ പിടിക്കപ്പെടും എന്ന് അയാൾക്ക് തോന്നിയോ? ഇല്ല. ഒളിച്ചു നിന്നപ്പോ ഉമർ ഖത്താബ് പറഞ്ഞു, എടോ വിട്ടോ, നിനക്കറിയാം ഞാൻ ഔലിയ, നീ എന്താ വിചാരിച്ചത് എന്ന് പറഞ്ഞോ? ഇല്ല. ഉമർ ഖത്താബ് നിൽക്കുന്നു. പിറകിൽ സ്വഹാബിമാരും താബിഈങ്ങളും മാത്രമാണ് മുഅ്മിനീങ്ങൾ. ആണും പെണ്ണുമായ ഔലിയാക്കന്മാരാ മുഅ്മിനീങ്ങൾ. ഉമർ ഖത്താബിന്റെ ഭാര്യ ആതിക ബീവി പള്ളിയിലുണ്ട്. ആ നിസ്കാരത്തിൽ നിന്നാണ് ഉമർ വഇന്നഹാ ലഫിൽ മസ്ജിദ്. ഉമർ ഖത്താബ് കുത്തേൽക്കുമ്പോൾ ആതിക ബീവി പള്ളിയിൽ ഉണ്ട് എന്ന് റിപ്പോർട്ടുകൾ കാണുന്നു. എങ്കിൽ ആ പള്ളിയിൽ ബീവിമാരുണ്ട്, ആ പള്ളി ഔലിയാക്കന്മാരുണ്ട്. അല്ല, ബീവിമാരും ഔലിയാക്കന്മാരും മാത്രമേയുള്ളൂ. അവർക്ക് ഇമാമായ ഒരു വലിയ നിൽക്കുന്നു. ആ വലിയനെ കുത്താൻ ഒരാളെ പുറത്ത് കാത്തിരിക്കുന്നു. ഈ പിന്നിൽ നിൽക്കുന്നവരോ ഇമാമായവരായ ഒരൊറ്റ വലിയും ഒരൊറ്റ ബീവിയും കാണുന്നില്ല. ഒരാൾ മാറി നിൽക്കുന്നത്. നിസ്കാരം ആരംഭിക്കുന്നു, കയറി വരുന്നു, കുത്തി പരിക്കേൽപ്പിക്കുന്നു, കൂടെ മറ്റു പല സ്വഹാബിമാരെയും കുത്തേൽക്കുന്നു. അങ്ങനെ ഉമർ ഖത്താബ് ആ കുത്തിന്റെ ശേഷം അതുമായി ബന്ധപ്പെട്ട് പിന്നീട് അദ്ദേഹം മരണപ്പെടുന്നു. എന്തേണ്ടായത്? കറാമത്ത് എന്ന് പറഞ്ഞാൽ സിദ്ധിയല്ല എന്നർത്ഥം. കറാമത്ത് സിദ്ധിയല്ല, കൊടുത്ത കഴിവല്ല. നേരെ മറിച്ച് അള്ളാഹു ഉദ്ദേശിച്ച കാര്യം അള്ളാഹു ഉദ്ദേശിച്ച സമയത്ത് അള്ളാഹു ഉദ്ദേശിച്ച വ്യക്തിയിലൂടെ അള്ളാഹു വെളിപ്പെടുത്തുന്നു. അതാ കറാമത്ത്. ആ വ്യക്തി അറിയാം, ആ വ്യക്തി അറിയാതിരിക്കാം, ആ വ്യക്തി ആഗ്രഹിക്കാതിരിക്കാം, ആ വ്യക്തി വേണ്ടെന്ന് വെച്ചേക്കാം. എന്നാലൊക്കെ കറാമത്ത് ഉണ്ടാകും. ആ വ്യക്തി ആഗ്രഹിക്കാതെ കറാമത്ത് വരാം, ആ വ്യക്തി വേണ്ടെന്ന് വിചാരിക്കുമ്പോൾ കറാമത്ത് വരാം, ആ വ്യക്തിക്ക് ഇഷ്ടമില്ലാതെയും കറാമത്ത് വരാം. അതാ കറാമത്ത്. അല്ലെ മെജീഷ്യന്റെ വടി പോലെ നിങ്ങൾ ചൊയറ്റ് അങ്ങാടി കൂടെ ഇടുക, കണ്ടോടെ ഞാൻ ഔലിയാണ്, എന്നോട് കളിക്കണ്ട, തീക്കട്ടയാണ് എന്ന് പറയാൻ അങ്ങനത്തെ ഒരു തീക്കട്ട അല്ല ഈ സാധനം.
സഹോദരങ്ങൾ തിരിച്ചറിഞ്ഞില്ലെങ്കിൽ ചൂഷണം ചെയ്യപ്പെടുമെന്ന് നമ്മൾ തിരിച്ചറിയുക. ഇൻഷാ അല്ലാഹ് ബാക്കി കാര്യങ്ങൾ മഗ്‌രിബ് നമസ്കാരത്തിന് ശേഷം നമുക്ക് വിവരിക്കാം. അല്പ സമയം കൂടി ഇതിനെ തീർച്ചയായും ചില കാര്യങ്ങൾ പറയാനുണ്ട്. അതിനുശേഷം ഇതിൻ്റെ ഒരു ബാക്കി ഭാഗം എന്ന നിലയ്ക്ക് ബഹുമാനായ ഫദ്ലുൽ ഹഖ് ഉമരി ഇൻഷാ അല്ലാഹ് സംസാരിക്കും. എല്ലാം ഉപയോഗപ്പെടുത്താൻ പരിശ്രമിക്കുക. അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിൽ അൽഹംദുലില്ലാഹ് അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് കമാ സ്വല്ലൈത അലാ ഇബ്രാഹീം വഅലാ ആലി ഇബ്രാഹീം ഇന്നക ഹമീദും മജീദ്. സഹോദരങ്ങൾ, നാം സൂചിപ്പിച്ചത് റഹ്മാനായ റബ്ബ് സുബ്ഹാനഹു വ തആലക്ക് മാത്രം അവകാശപ്പെട്ട കഴിവുകളെ അല്ലാഹു അല്ലാത്തവർക്ക് സ്ഥാപിച്ചു കൊടുക്കുകയും അതിന് കൊടുത്ത കഴിവ് എന്നും കറാമത്ത് വിലായത്ത് എന്നുമൊക്കെയുള്ള പദങ്ങളെയും തെറ്റായി വ്യാഖ്യാനിച്ചുകൊണ്ടാണ് അതിൻ്റെ പ്രചാരകരായ ആളുകൾ ന്യായമുണ്ടാക്കാൻ ശ്രമിക്കുന്നത്. എന്നാൽ കറാമത്ത് ഒരിക്കലും അങ്ങനെ സിദ്ധിയായി നൽകപ്പെട്ട ഒന്നേ അല്ല എന്നത് ആണ് നാം വിശദീകരിച്ചത്. അതുകൊണ്ട് തന്നെ കൊടുത്ത കഴിവ് എന്ന ഒന്ന് ഇല്ലെങ്കിൽ പിന്നെ അവരോട് തേടുക എന്ന ഒന്നിന് അർത്ഥമില്ല എന്ന് കൂടി നാം തിരിച്ചറിയുക. ഇവിടെ ആളുകൾ ഈ തെറ്റിദ്ധാരണയാണ് അല്ലാഹു അല്ലാത്തവരിലേക്ക് തങ്ങളുടെ ഇബാദത്തുകളുമായി കയറി ചെല്ലാൻ അവർക്ക് പലപ്പോഴും പ്രചോദനമായി മാറുന്നത്. വിളിച്ചാൽ കേൾക്കുമെന്നും ഉത്തരം ചെയ്യുമെന്നും പ്രാർത്ഥനയ്ക്ക് നേട്ടമുണ്ടാകുമെന്നും അവർ അറിയുമെന്നും കാണുമെന്നും ലോകത്തിൻ്റെ ഏതു ഭാഗത്തുനിന്ന് വിളിച്ചാലും ആ വിളിയെല്ലാം കാണുന്നുണ്ട് എന്നുമൊക്കെ പഠിപ്പിച്ചു വെക്കുന്നു. ഇവിടെ കണ്ണിൽ കാണാത്തതും കൽഭകത്തുള്ളതും കൺകൊണ്ട് കണ്ട പോൽ കാട്ടിപ്പറഞ്ഞോവനെന്നാണ് മുഹീദ്ദീൻ മാലി പഠിപ്പിക്കുന്നത്. കണ്ണിൽ കാണാത്തത്, കൽബിനകത്തുള്ളത് അതെല്ലാം കണ്ണുകൊണ്ട് കണ്ടതുപോലെ കാട്ടിപ്പറഞ്ഞാലാണ് ശൈഖ് എന്ന് പഠിപ്പിച്ചപ്പോൾ സ്വാഭാവികമായും ഇബാദത്തിന്റെ വ്യത്യസ്തങ്ങളായ അംശങ്ങൾ അവരിലേക്ക് വഴിമാറിപ്പോവുകയുണ്ടായി എന്നതാണ് നമ്മൾ കാണുന്നത്. അവരോട് പ്രാർത്ഥിക്കുന്നു, അവരോട് സങ്കടങ്ങൾ പറയുന്നു, നേർച്ച വഴിപാടുകൾ സമർപ്പിക്കുന്നു, അവരുടെ പേര് സത്യം ചെയ്യുന്നു, അവരോട് ജീവിതത്തിലെ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം തേടി അവരെ സമീപിക്കുന്നു. ഒരു വേള സുജൂദും തവാഫും അടക്കമുള്ള ഇബാദത്തുകൾ പോലും അല്ലാഹു അല്ലാത്തവർക്ക് മുമ്പിൽ, മരിച്ചവരും ജീവിച്ചതുമായ ആളുകൾക്ക് മുമ്പിൽ, ഖബറുകൾക്ക് മുമ്പിൽ സമർപ്പിക്കപ്പെടുന്ന സാഹചര്യങ്ങൾ പോലും ഇന്നുണ്ട്. അദൃശ്യമായ മാർഗത്തിൽ അവരെ ഭയപ്പെടുന്നു, അവരെ പ്രതീക്ഷ അർപ്പിക്കുന്നു, അവരെല്ലാം ഫലമേൽപ്പിക്കുന്നു. അവരെ ഏൽപ്പിച്ചാൽ പിന്നെ അവര് മതിയെന്ന് പ്രചരിപ്പിക്കുന്നു. അതാണല്ലോ നമ്മുടെ നാട്ടിലേക്ക് ഉണ്ടാകുന്നത്. എന്നിട്ട് കറാമത്ത് കഥയെന്ന് പറഞ്ഞ് ചൂഷണത്തിന് വേണ്ടി ഒരുപാട് കഥകളെ കെട്ടിച്ചമച്ചുണ്ടാക്കി കുറെ അത്ഭുതങ്ങൾ ഇതുവഴി സംഭവിക്കുമെന്ന് വിശ്വസിപ്പിച്ചുകൊണ്ടാണ് സമുദായത്തെ സാമ്പത്തികമായി ചൂഷണം ചെയ്യാൻ അത്തരം ആളുകൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതൊരു പുസ്തകമാണ്, സിറാജുൽ ഹുദയും അത്ഭുതങ്ങളും എന്നാണ് പേര്. കുറ്റ്യാടിയുള്ള സ്ഥാപനമാണ് സിറാജുൽ ഹുദ. ആ സിറാജുൽ ഹുദയിലേക്ക് പണം നേർച്ചു തന്നിട്ട് ഒരുപാട് മനുഷ്യന്മാർക്കുണ്ടായ കുറെ അനുഭവങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ട് കുറെ കത്തുണ്ടാക്കി പ്രിന്റ് ചെയ്ത് ഇറക്കിയിരിക്കുകയാണ്. ആരാ കത്തയച്ചത്, ഏതാ അഡ്രസ്സ്? പലതും അഡ്രസ്സൊന്നുമില്ല, നേരെ മറിച്ച് പേര് മാത്രം അല്ലെങ്കിൽ സ്ഥലം മാത്രം കൊടുത്തുകൊണ്ട് കുറെ അനുഭവങ്ങൾ എന്ന് പറഞ്ഞ് അങ്ങനെ അങ്ങ് കൊടുക്കുകയാണ്. ഇതിൽ അധ്യായം തന്നെ നേർച്ചകളും അത്ഭുത ഫലങ്ങളും എന്നാണ്. അഥവാ സിറാജുൽ ഹുദയിലേക്ക് നേർച്ച നേർന്നിട്ടുണ്ടായ അത്ഭുത ഫലങ്ങളാണത്രേ. എന്നിട്ട് ഓരോരുത്തരങ്ങനെ എഴുതി എന്ന് പറഞ്ഞ് കൊടുക്കുന്നു. ഒന്ന് രണ്ട് ഉദാഹരണം ഞാൻ വായിക്കാം. പുല്ലൂക്കര സ്വദേശി മഹമൂദ് 1000 രൂപ കൊടുത്തയച്ചു. 1,00,000 രൂപ കളവ് പോയപ്പോൾ നേർച്ച ചെയ്തതായിരുന്നു. നഷ്ടപ്പെട്ട 1,00,000 രൂപ തിരിച്ചു കിട്ടിയതായി അദ്ദേഹം വിവരം അറിയിച്ചു. ഏതായി മഹമൂദ്, എന്തായാൾ അഡ്രസ്സ്, ഏതായാൾ വിലാസം, അതൊന്നുമില്ല, അങ്ങ് അടിച്ചുവിടുക തന്നെ. ബഹുപേരോട് ഉസ്താദിനോട് മിനായിൽ വെച്ചു സഹോദരൻ പറഞ്ഞ അനുഭവം. അദ്ദേഹത്തിന്റെ സഹോദരിക്ക് ഹാർട്ട് അറ്റാക്കിന്റെ അസുഖം ബാധിച്ചു. ഡോക്ടറെ സമീപിച്ചു. ശേഷം സിറാജുൽ ഹുദയിലേക്ക് ഒരു ദിവസത്തെ ഭക്ഷണം നേർച്ചയാക്കി. വീണ്ടും ടെസ്റ്റ് ചെയ്തപ്പോൾ അങ്ങനെ അസുഖം ഇല്ലെന്നാണ് ഡോക്ടർമാർ വിധി എഴുതിയത്. ഇങ്ങനെ ഒരുപാട് കഥകൾ. അല്ലാഹുക്കളുടെ നേർച്ചയാണെങ്കിൽ പോലും അതുകൊണ്ട് വിധി മാറുകയില്ല എന്ന പ്രവാചക അധ്യാപനം. നിങ്ങൾ നേർച്ച നേരേണ്ടതില്ല, ആ നേർച്ച കൊണ്ട് വിധിയിൽ മാറ്റമൊന്നും ഉണ്ടാവില്ല. ഇമാം ബുഖാരി അടക്കം ഉദ്ധരിച്ച ഹദീസാണ്. നേർച്ച കൊണ്ട് വിധിയിൽ മാറ്റമുണ്ടാവുകയില്ല. പിന്നെന്താ നേട്ടം? പിശുക്കന്റെ പണം പുറത്തേക്കെടുക്കാൻ നേർച്ച പര്യാപ്തമാണ്, വേറെ പ്രയോജനമൊന്നുമില്ല. അല്ലാഹുക്കുള്ള നേർച്ചയാണെങ്കിൽ പോലും ആ നേർച്ചയുടെ പേരിൽ വിധിയിൽ മാറ്റമുണ്ടാവില്ല എന്ന് പ്രവാചകൻ പഠിപ്പിക്കുമ്പോൾ അല്ലാഹു അല്ലാത്തവർക്ക് നേർച്ച നേർന്നിട്ട് ഇതാ ഇവിടെ
നേട്ടമുണ്ടായി, പ്രയോജനമുണ്ടായി എന്ന് പറഞ്ഞ് കുറെ കഥകൾ എഴുതി പിടിപ്പിച്ച് പ്രചരിപ്പിക്കുകയാണ്. എന്തിന്? ഇനി വല്ല പ്രശ്നമുണ്ടോ, ഇങ്ങോട്ട് കാശയച്ചാൽ മതി, ഇങ്ങോട്ട് നേഴ്സ് നേർന്നാൽ മതി എന്ന് പറഞ്ഞ ആളുകളെ പണം ചൂഷണം ചെയ്യാൻ, അവരെ സാമ്പത്തികമായി ചൂഷണം ചെയ്യാനായി ഉണ്ടാക്കി വെച്ച കുറെ കഥകൾ. ഇതിനു വേണ്ടി ആളുകളെ അവർക്ക് അർഹിക്കാത്ത സ്ഥാനങ്ങൾ നൽകി, അപ്രമാദിത്വം നൽകി അവർ അവതരിപ്പിക്കുന്നു. അവരാണ് എല്ലാത്തിൻ്റെയും നായകന്മാർ, എല്ലാത്തിനെയും അധിപന്മാർ എന്ന അർത്ഥത്തിൽ പ്രചരിപ്പിക്കുന്നു. അവർ മതമുണ്ടാക്കി കൊടുക്കുകയാണ്. ഇല്ലാത്ത ദിക്റുകൾ, ഇല്ലാത്ത ദുആകൾ, ഇല്ലാത്ത സ്വലാത്തുകൾ, ഇല്ലാത്ത ഇബാദത്തുകൾ എന്തെല്ലാമാ ഉണ്ടായി വരുന്നത്. വ്യത്യസ്തങ്ങളായ പേരുകളിൽ മജ്‌ലിസുന്നൂർ ഒരു ഭാഗത്ത്, മറുഭാഗത്ത് മഹ്ദത്തുൽ ബദരിയ്യ, ഇങ്ങനെ മത്സരിച്ചുകൊണ്ട് വ്യത്യസ്തങ്ങളായ പേരുകളിൽ ഓരോരോ അന്ധവിശ്വാസ പ്രചാരണ വേദികൾ സംഘടിപ്പിക്കപ്പെട്ടുകൊണ്ടേയിരിക്കുന്നു. എല്ലാ നാട്ടിലും ഏതെങ്കിലുമൊക്കെയായ ഒരു തങ്ങളോ ഒരു ബീവിയോ സിദ്ധ വേഷം കെട്ടി സിദ്ധ പേരും പറഞ്ഞ് രംഗത്ത് വന്നു. എല്ലാ പ്രദേശത്തും ഒരു ജാറമെങ്കിലും ഉണ്ടാക്കിയെടുക്കാൻ അത്തരം ആളുകൾ പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്നു. ഇല്ലാത്ത കഥകൾ പറഞ്ഞ്, കെട്ടുകഥകൾ, കിനാവ് കഥകൾ പൊടിപ്പും തങ്ങളും വെച്ച് പ്രചരിപ്പിച്ചിട്ടാണ് അതിൻ്റെ പേരിൽ ഇത്തരം സംഗതികളെ സ്ഥാപിച്ചെടുക്കാൻ ശ്രമിക്കുന്നത്. എന്നിട്ട് അവിടെ മഹത്വങ്ങൾ മാല എന്ന പേരിൽ, മൗലിദ് എന്ന പേരിൽ, റാത്തീബ് എന്ന പേരിൽ പ്രചരിപ്പിക്കപ്പെടുന്നു. അതിനൊക്കെ ഉള്ളിലൂടെ ചില യാത്രകൾ ഇൻഷാ അല്ലാഹ് ബഹുമാനനായ ഉമരി ഇവിടെ നിർവഹിക്കും അദ്ദേഹത്തിന്റെ സംസാരത്തിൽ. ഏതായിരുന്നാലും ഇങ്ങനെ കുറെ പദ്യങ്ങളും ഗദ്യങ്ങളും പദ്യഗദ്യ സമ്മിശ്രങ്ങളും മദ്ഹ് എന്ന പേരും പറഞ്ഞ് പ്രചരിപ്പിക്കുകയാണ്. ഇതൊരു ഔലിയെ പരിചയപ്പെടുത്തിയ അജ്മീർ ഫഖീർ ബീരാന ഔലിയപ്പാപ്പ എന്ന പേരിൽ. ഫോട്ടോ തന്നെ പോത്തിന്റെ ഫോട്ടോ ആണ്. ഒരു പോത്തിന്റെ ഫോട്ടോ കൊടുത്തിട്ടാണ് ഇത് പ്രചരിപ്പിക്കുന്നത് തന്നെ. അജ്മീർ ഫഖീർ ബീരാന ഔലിയപ്പാപ്പ. ഇയാളെ പണി ദിക്റുണ്ടാക്കല, ഇയാളെ പണി പുതിയ പുതിയ ഇബാദത്തുകളും പരിചയപ്പെടുത്തല. എന്തു പ്രശ്നമാണോ എന്ന് പറഞ്ഞത് ആ പ്രശ്നത്തിനൊക്കെ അയാളെ വക എന്തെങ്കിലുമൊക്കെ ദിക്റ് അദ്ദേഹം ഉണ്ടാക്കി കൊടുക്കുമെന്നാണ്. എന്തു പ്രശ്നം പറഞ്ഞാലും ശരി ആ പ്രശ്നത്തിന് ഒരു പരിഹാരം. അതെന്താ? ദിക്റാണത്രേ. എന്ത് ദിക്റ്? അയാൾ ഉണ്ടാക്കുന്ന ദിക്റ് തന്നെയാണ്. അയാൾ എന്താണോ പറയാം അതങ്ങ് ചൊല്ലിയാ മദീന. ഇവിടെ ഒരുപാട് അനുഭവങ്ങൾ ഇതിന് കൊടുത്തിട്ടുണ്ട്. എന്താ കൊടുത്തത്? ഒരാൾ വന്ന് പറയാ, എനിക്ക് വല്ലാത്തൊരു പ്രയാസമുണ്ട്. എന്താ പ്രയാസം? വാതരോഗമാണ്. വാതരോഗമാണ് ഇയാൾ അസുഖം. അപ്പൊ അയാൾ പറയാം, ശരി എന്റെ വാദം മാറണോ? ശരി, എനിക്ക് മാറണം. എന്നാ നീ ചെയ്യേണ്ടത് എന്താ? ദിക്റ് ചൊല്ലണം. പറ്റുമോ? അപ്പൊ ചോദിച്ചു, ഏത് ദിക്റാ ചൊല്ലേണ്ടത്? മറുപടി, ലാ വാദം ഇല്ലല്ലാ. വാദരോഗം മാറാന് ലാ വാദം ഇല്ലല്ലാ എന്ന് നീ ചൊല്ലുക. അപ്പൊ ഇയാൾ ചോദിക്കുക, ദിവസേന എത്ര ചൊല്ലണം? 12 ലക്ഷം ചൊല്ലണം. ഒരു ദിവസം 12 ലക്ഷം പ്രാവശ്യം ലാ വാദം ഇല്ലല്ലാ എന്ന് ചൊല്ലിക്കോ, എന്നാൽ നിന്റെ വാദം മാറിക്കോളും. കണ്ടോ, ദിക്റാണത്രേ. എന്തേ കാര്യം? ഔലിയപ്പാപ്പയാണ്, ബീരാൻ ഔലിയപ്പാപ്പ. എന്നാൽ അയാൾ ദിക്റുണ്ടാക്കി കൊടുക്കുക, അത് ചൊല്ലുക, വാദം മാറുന്ന. വേറെ ചങ്ങാതി വന്ന് പറഞ്ഞത്, എനിക്ക് വല്ലാത്ത ചുമയാണ്, കൊരയാണ് എന്ന. അപ്പൊ പറഞ്ഞു, ശരി ചൊല്ലിക്കോ. എന്ത്? ലാ കുര ഇല്ലല്ലാ. ലാ കുര ഇല്ലല്ലാ നീ പഠിപ്പിച്ച ദിക്റ ചൊല്ലാൻ പറയും. എത്ര ചൊല്ലേണ്ടത്? 10 ലക്ഷം വട്ടം. ഉസ്താദ്, എന്റെ സാധനം കളവ് പോയി, എന്റെ സമ്പത്ത് കളവ് പോയി, ഒരു തുമ്പും പാലും എന്താ ഉസ്താദെ ചെയ്യാ? ദിക്ർ ചൊല്ലാൻ പറ്റോ? പറ്റും. ഏതാ ചൊല്ലേണ്ടത്? ലാ തല വലാ വാല ഇല്ലല്ലാ പഠിപ്പിച്ച ദിക്റ. ലാ തല വലാ വാല ഇല്ലല്ലാ. ഇങ്ങനെ ദിക്റാണെന്ന് പറഞ്ഞ് പഠിപ്പിക്കുകയും അത് പുസ്തകമാക്കി അച്ചടിച്ച് വിതരണം ചെയ്യുകയും ചെയ്യുന്നു. ഇതിനൊക്കെ എന്താ? ചിലക്ക് ചില സിദ്ധിയുണ്ടെന്ന് സ്ഥാപിച്ചത് ഇതിനു വേണ്ടിയാ. കൊടുത്ത കഴിവ് എന്ന് പറഞ്ഞ് കൊണ്ടുവന്നത് അതിനു വേണ്ടിയാ. കറാമത്തിന്റെ പേരിൽ, വിലായത്തിന്റെ പേരിൽ കള്ളക്കഥകൾ പ്രചരിപ്പിച്ച് ചില ആളുകൾക്ക് അപ്രമാദിത്വം കൽപ്പിക്കാൻ ലാ ഇലാഹ ഇല്ലല്ലാ പോലും മാറ്റിമറിച്ചു അത്തരം ആളുകൾ. റഹ്മാനായ റബ്ബല്ലാതെ ആരാധകർഹനായി മറ്റാരുമില്ല എന്ന ലാ ഇലാഹ ഇല്ലല്ലാ അതുപോലും മാറ്റിമറിച്ചു. ഇതാ വഹദത്തുമാല വ്യാഖ്യാനം എന്ന പേരിൽ എഴുതപ്പെട്ട പുസ്തകത്തിൽ പറയാം, നാം സാധാരണ ചൊല്ലി വരുന്ന റാത്തീബുകൾ എന്ന് പറഞ്ഞ് പരിചയപ്പെടുത്തിയിട്ട് ആ കൂട്ടത്തിൽ പറയാ, ലാ ഇലാഹ ഇല്ലല്ലാ എന്നതിന് 3 അർത്ഥമുണ്ട്. ലാ ഇലാഹ ഇല്ലല്ലാഹ്ക്ക് 3 അർത്ഥം, കലിമയുടെ 3 അർത്ഥങ്ങളാണ് ഉള്ളത്. എന്താ 3 അർത്ഥം? ഒന്ന്, സാധാരണക്കാരായ ഒന്നാമത്തെ ദശക്കാർ മനസ്സിലാക്കേണ്ട അർത്ഥം. സാധാരണക്കാർക്ക് ഒരു അർത്ഥം ലാ ഇലാഹ ഇല്ലല്ലാഹ്ക്ക്, അസാധാരണക്കാർക്ക് വേറെ അർത്ഥമാണ്. ആരാ സാധാരണക്കാര്? നമ്മളൊക്കെ. ആ സാധാരണക്കാർക്ക് അർത്ഥമുണ്ട്. അതെന്താ അർത്ഥം? അഥവാ സാക്ഷാൽ ആരാധ്യൻ അല്ലാഹു അല്ലാതെ വേറെ ഇല്ലെന്നു തന്നെ. ലാ ഇലാഹ ഇല്ലല്ലാ സാക്ഷാൽ ആരാധ്യൻ അല്ലാഹു മാത്രം എന്നത് സാധാരണക്കാരന്റെ അർത്ഥമാണ് എന്നൊരു പറയാം.
അങ്ങനെ ചൊല്ലി 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 ഇയാളെങ്ങനെ കയറി, അങ്ങനെ തസവുഫിലൂടെ കയറി മേൽപോട്ട് പോകണമെന്ന അങ്ങനെ പോയി പോയി അവസാനം ഇയാൾ പിന്നെയും അതിനപ്പുറം മുന്നേറി അധ്യാത്മയാത്രയുടെ ഒരു മൈൽക്കുറ്റി പിന്നിട്ടവർക്ക് രണ്ടാമത്തെ അർത്ഥം ദഹിക്കൂ. ഒന്നാമത്തെ അർത്ഥത്തില് ലാ ഇലാഹ ഇല്ലല്ലാഹ് കുറെ കാലം ചൊല്ലി അങ്ങനെ അയാൾ സൂഫിയായി, അങ്ങനെ കയറി മേൽപോട്ട് പോകുമ്പോൾ ഇയാൾക്ക് പിന്നെ അർത്ഥം മാറും ലാ ഇലാഹ ഇല്ലല്ലാഹ്. എന്താ രണ്ടാമത്തെ അർത്ഥം? ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അല്ലാതെ ലക്ഷ്യമില്ല. അപ്പൊ അർത്ഥം മാറി. ലക്ഷ്യമല്ല മാത്രം, ജീവിത ലക്ഷ്യം ഒന്നേ ഒന്ന് മാത്രം. അതേത് സുഖിക്കലോ അല്ല, സമ്പാദിക്കലോ അല്ല, ദാമ്പത്യമോ ഒരിക്കലുമല്ല, സന്താന ലബ്ധിയോ അതുമല്ല, നരകത്തിൽ രക്ഷപ്പെടാനുള്ള ശ്രമമോ അല്ലേ അല്ല, സ്വർഗം നേടലോ അതുമല്ല. പിന്നേതാണ് അള്ളാഹുവിനെ നേടൽ. അതാ സ്വർഗം നേടൽ ലക്ഷ്യമല്ല, നരകമോചനം ലക്ഷ്യമല്ല. അവിടുന്നൊക്കെ വിട്ടു, അതൊക്കെ സാധാരണക്കാർക്ക്. അസാധാരണക്കാരെന്ത് സ്വർഗം, അവൻ എന്ത് നരകം, അവന് ലക്ഷ്യം അല്ല മാത്രം. അങ്ങനെ അത് ചൊല്ലി ചൊല്ലി അവിടുന്ന് കയറി. പിന്നെയും അയാൾ പോകുന്നു രണ്ടാം ദശക്കാർ, പിന്നെയും മുന്നേറി മൂന്നാമത്തെ ദശയിലെത്തുമ്പോൾ കലിമയുടെ അർത്ഥം പിന്നെയും മാറുന്നു. ലാ ഇലാഹ ഇല്ലല്ലാഹ് സമം അല്ലാഹു അല്ലാതെ യാതൊന്നുമില്ല, എല്ലാം അല്ല, അല്ലല്ലാത്ത ഒന്നുമില്ല. അപ്പോഴാണ് കുഞ്ഞിക്കോയക്ക് മയ്യത്ത് കാണാൻ ഇവിടെ കിടക്കണമെന്നുള്ളത്. അല്ലല്ലാത്ത വേറൊന്നുമില്ല, ഉള്ളതെല്ലാം അല്ലയാണ്, യാതൊന്നുമില്ല എന്ന ഇത് ദഹിക്കാൻ മൂന്നാമത്തെ ദശയിൽ എത്തുക തന്നെ വേണം. കാരണം ഇഹത്തിലും പരത്തിലുമൊക്കെ മഷയിട്ട് നോക്കിയാലും അള്ളാഹുവിനെ അല്ലാതെ കാണുന്നില്ലെന്ന് പറഞ്ഞാൽ ആരും ചോദിക്കുക പിന്നെ ഇക്കാണെന്നൊക്കെ പിണ്ണാക്കാണോ എന്നായിരിക്കും. അല്ലല്ലാത്ത വേറൊന്നുമില്ല എന്ന് പറഞ്ഞാൽ ഈ കാണുന്നൊക്കെ എന്താ ഇത് പിണ്ണാക്കാണോ എന്ന് ചോദിക്കും. ഉള്ളത് പിണ്ണാക്കല്ല, കാരണം പിണ്ണാക്കും ഇല്ല, ഉള്ളത് സത്യത്തിൽ അള്ളാഹു മാത്രം. പിണ്ണാക്കായി നാം കാണുന്നതും പിണ്ണാക്കല്ല, അള്ളാഹുവിന്റെ ചൈതന്യമാണ്. ഇതാണ് സഹോദരന്മാരെ പഠിപ്പിക്കുന്ന ആശയം. ഇത് സ്ഥാപിച്ചെടുക്കാനാ ഈ കൊടുത്ത കഴിവ് എന്ന ന്യായവുമായി വരുന്നത്. അതിനാ കറാമത്തിനെ മുഴുജത്തിനെ തെറ്റായി വ്യാഖ്യാനിക്കുന്നത്, അതിന് അദൃശ്യജ്ഞാനമുണ്ടെന്ന് സ്ഥാപിക്കാൻ ശ്രമിക്കുന്നത്. ഈ നിലക്ക് കള്ള കഥകൾ എന്നിട്ട് ഓരോരുത്തർക്കും ഇജാസത്ത് കിട്ടുക. ഓരോരുത്തർക്കും ഇജാസത്ത്, അവന് വിലായത്തായി, ഇജാസത്തായി, ഷെയ്ഖായി, മുരീദായി, തങ്ങളായി, ത്വരീഖത്തായി അങ്ങനെ പോവുക. കുണ്ടോട്ടിയാകുമ്പോ ത്വരീഖത്ത് പറയാതിരിക്കാൻ പറ്റില്ലല്ലോ. ഷിയാക്കൾ കൊണ്ടുവന്ന മുഴുവൻ ആശയങ്ങളുടെയും അടിസ്ഥാനം ഈ പ്രദേശത്താണല്ലോ ഒരു കാലത്ത് ഇവിടെ ഇറക്കുമതി ചെയ്യപ്പെട്ടത്. എന്തിനേറെ ഈ ഹാളിൽ വെച്ചല്ലേ ഷിയാക്കളുടെ കേരളത്തിലെ ഔദ്യോഗിക ഏജന്റായ സി ഹംസ സാഹിബിനെ സമസ്തയുടെ വക്താവായി കൊണ്ടുവരാനുള്ള ഒരു ശ്രമം നടന്നത് ഇതേ ഹാളിൽ വെച്ചാണ് എന്നുള്ളത് ഇതോട് കൂട്ടിച്ചേർത്ത് വായിക്കേണ്ടതുണ്ട്. ആ നിലക്ക് ഷിയ ആശയങ്ങളെ ഇവിടെ പ്രചരിപ്പിക്കാൻ ഇത്തരം ആളുകൾ പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്നു. ചിലർക്കൊക്കെ സിദ്ധിയുണ്ടെന്ന് സ്ഥാപിച്ചെടുക്കുക, ഇജാസത്ത് കിട്ടിയെന്ന് പറയുക, അവൻ ത്വരീഖത്തിന്റെ ആളാണ്, അവൻ ഷെയ്ഖാണ്, ഇവൻ മുരീദാണ്, അവൻ ഇസ്മിന്റെ പണിയാണ്, തുൽസമാത്തിന്റെ പണിയാണ് എന്നൊക്കെ പറഞ്ഞ് ഓരോരോ സാങ്കേതിക ശബ്ദങ്ങൾ കൊണ്ടുവന്ന് സമുദായത്തെ ചൂഷണം ചെയ്യുക. എന്നാൽ ഉറുക്കും നൂലും ഏലസും മന്ത്രവാദങ്ങളും തകിടുകളും പിഞ്ഞാണമെഴുത്തും അടക്കമുള്ള ഒരുപാട് അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും ഇസ്ലാമിന്റെ പേരിൽ സമൂഹത്തിൽ പ്രചരിപ്പിക്കുക, കള്ളക്കഥകളെ തെളിവാക്കി കൊണ്ടുവരിക, കള്ളക്കറാമത്തുകളെ പ്രചരിപ്പിക്കുക, ഏതെല്ലാമാണ്. ഇതൊരു ഇസ്മിന്റെ കിതാബാണ്. ഇസ്മിന്റെ പണിക്ക് പോകുന്ന മനുഷ്യന്മാര് ചികിത്സിക്കേണ്ട കിതാബാ. എങ്ങനെ ചികിത്സിക്കുക, എന്താ ചെയ്യേണ്ടത് എന്ന് പറഞ്ഞു കൊടുക്കുകയാണ്. ഒന്ന് രണ്ടെണ്ണം ഞാൻ വായിക്കുക, അതിനപ്പുറം വായിക്കാൻ കഴിയില്ല. കണ്ടോ, ഒരു ചികിത്സാ രീതിയാ. എന്താ? പ്രസവിച്ച ഉടനെ കുട്ടികൾ കാട്ടിച്ചത് എടുത്ത് ഉണക്കി പൊടിച്ച് കണ്ണിലിട്ടാൽ വെളുപ്പ് നീങ്ങും. ഒരു ചികിത്സയപ്പത്. പ്രസവിച്ച ഉടനെ കാട്ടിക്കുന്നത് എടുക്കുക, അത് ഉണക്കിപ്പൊടിച്ച് അത് കണ്ണിലിടുക, എന്നാൽ കണ്ണിന്റെ വെളുപ്പ് നീങ്ങും. കുട്ടികളെ മാർഗം ചെയ്ത തോലെടുത്ത് ഉണക്കിപ്പൊടിച്ച് അതിൽ അല്പം കസ്തൂരിയും പനനീറും കൂട്ടിക്കലർത്തി കുട്ടരോഗിയോ വെള്ളപ്പാണ്ടുകാരനോ കുടിച്ചാൽ രോഗം ഒട്ടും താമസിക്കാതെ നിൽക്കും. കണ്ടോ, മാർഗം കഴിച്ച തോലെടുത്തിട്ട് ഉണക്കിപ്പൊടിച്ച് കരിച്ചു തിന്നാനാ പറയണത്. എന്നാ കുട്ടരോഗം മാറുന്ന വല്ലാത്ത കട്ടരോഗമായിപ്പോയി. മാത്രമല്ല ആ തോല് തന്നെ കരിച്ച് പൊടിച്ച് കുടിച്ചാൽ വെള്ളപ്പാണ്ട് സുഖപ്പെടും. മനുഷ്യന്റെ കാഷ്ടം ചൂടോടെ എടുത്ത് പുഴ കള്ളിൽ കലർത്തി രോഗിയായ നാൽക്കാലിയെ കുടിപ്പിച്ചാൽ സുഖപ്പെടും. ഇങ്ങനെ ഓരോരോ ചികിത്സാ രീതികൾ, ഇതൊക്കെ മതത്തിന്റെ പേരിൽ, ഇസ്ലാമിന്റെ പേരിലാണ് പ്രചരിപ്പിക്കുന്നത്. ഇതിനാണ് ഇസ്മിന്റെ പണി എന്ന് പറയാം.
ഇതിനാ തുലസമാത്ത് എന്ന് പറയാ. എന്തെല്ലാം അറിയോ? കണ്ടോ, നിന്റെ ഭാര്യ മറ്റൊരാൾ സ്വീകരിക്കാതിരിക്കാൻ അവൾ വാർന്നോ മറ്റോ കളയുന്ന മുടിയെടുത്ത് കരിച്ച് മൈഥുനം സമയത്ത് ആ വെണ്ണീരെടുത്ത് അല്പം രക്കറിന്റെ ദോരത്തിൽ പണി നടത്തുക. എന്നാൽ അവൾ മറ്റൊരാളെയും ഇഷ്ടം വെക്കുന്നതല്ല. ഇത് വലിയൊരു ഔഷധമാകുന്നു. ഞാൻ വായിക്കണില്ല. കണ്ടങ്ങള്, ഇതൊക്കെ മതത്തിന്റെ പേരിലാണ്. എന്നിട്ട് ഇത് ചോദ്യം ചെയ്താൽ ഓൻ പുത്തൻവാദിയാണ്, ഓൻ ഭീകരവാദിയാണ്, IS-ന്റെ ആളാണ്, ആട് നോക്കാൻ പോവുകയാണ്, എന്തെല്ലാം പറയുന്നത് അറിയോ? എത്ര പുസ്തകങ്ങൾ കണ്ടോ. ഇവരെ എന്തുകൊണ്ട് അകറ്റണം? ആരെ? നമ്മളൊക്കെ ഇവരെ എന്തുകൊണ്ട് അകറ്റണം? വഹാബികളെ അകറ്റിയേ പറ്റൂന്ന് മാത്രമല്ല, അവര് മരിച്ചാൽ പോലും അവരുമായി പിന്നെ അവർ മേന്മ പോലും പറയാൻ പാടില്ല. മരിച്ചു പോയാൽ പോലും പറയുന്നത് അവർക്ക് കിതാബ് കൊടുക്കാൻ പാടില്ല. കണ്ടോ, കിതാബ് കൊടുക്കാൻ പാടില്ല. മാത്രമല്ല വഹാബികൾ പിശാചിന്റെ പാർട്ടിയാണ്. വഹാബികളുടെ അനുഭാവം കാണിക്കുന്നവരെ പോലും അടുപ്പിക്കാൻ പാടില്ല. ഇത് ചോദ്യം എന്താ? അബുൽ അഅ്ല മൗദൂദിയാൽ സ്ഥാപിതമായ ജമാഅത്തെ ഇസ്ലാമി സംഘാടകരോടും വഹാബി സംഘക്കാരോടും കല്യാണാടിയന്ത്രങ്ങളിൽ കൂടലും അവരോട് നിക്കാഹ് ബന്ധങ്ങൾ നടത്തലും അവർക്ക് സലാം ചൊല്ലലും അവർ ചൊല്ലിയാൽ മടക്കലും അവരെ തുറന്ന് നിസ്കരിക്കലും തദ്രീസ് ഇമാമത്ത് മുതലായവയിൽ അവരെ നിർത്തലും പാടുണ്ടോ ഇല്ലയോ? അവർ അടുത്തത് ഹലാലാകുമോ? സുന്നികളിൽ നിന്ന് അവരോട് അനുഭാവം കാണിക്കുന്നവരോട് ഏതു ക്രമത്തിലാണ് പെരുമാറേണ്ടത്? എല്ലാം പെട്ടു. അതിൽ ഈ പറയപ്പെട്ട ഒന്നും പാടില്ല. ഒരു നിലക്കും പാടില്ല. ഒരു നിലക്കും അവരുമായി ഒരു രീതിയിലുമുള്ള ബന്ധങ്ങളോ കാര്യങ്ങളോ ഒന്നും ചെയ്യാവതേ അല്ല എന്ന് പഠിപ്പിക്കുന്നത് മാത്രമല്ല, ശേഷം അവർ മരിച്ചാൽ പോലും ആ മയ്യത്തിന്റെ വല്ല ഗുണവും കണ്ടാൽ അതുപോലും പറയുന്നത് ഹെഡിങ്ങാ, അവർ മരിച്ചാലും ആക്ഷേപിക്കണം. കണ്ടോ, അവർ മരിച്ചാലും ആക്ഷേപിക്കണം എന്ന വഹാബി മൗദൂദി പോലെയുള്ള ബിദ്അത്തുകാരെ അവിടുന്ന് മരണപ്പെട്ട പോയവരെ വിശേഷിച്ചും അധിക്ഷേപിക്കുന്നത് ഗീബത്താവുകയില്ലേ എന്ന് പലരും സംശയം പ്രകടിപ്പിക്കാറുണ്ട്. മരിച്ചവരെങ്കിലും വെറുതെ വിട്ടുകൂടെ എന്ന് ചിലരൊക്കെ ചോദിക്കാറുണ്ട്. എന്നാൽ അങ്ങനെയൊന്നും അല്ല. എന്നിട്ട് പറയാൻ, മരിച്ചാല് അഥവാ വല്ല നന്മകളും കണ്ടാൽ അതുപോലും പറയരുത്, അത് മൂടി വെക്കണമെന്ന മുബത്തഈങ്ങളുടെ മയ്യത്താണെങ്കിൽ ഇപ്പറഞ്ഞ വിരുദ്ധമാണ് ചെയ്യേണ്ടത്. അഥവാ അവനിൽ കണ്ട ചീത്ത ലക്ഷണങ്ങളെ പരസ്യപ്പെടുത്തേണ്ടതും നല്ല അടയാളങ്ങൾ ഊഹിക്കപ്പെടുന്ന വല്ലതും പ്രത്യക്ഷമായാൽ അത് പറയാതെ മറച്ചു വെക്കൽ നിർബന്ധവുമാണ്. അപ്പൊ ചില നല്ല അടയാളം കാണുന്നവർക്കറിയാം, അഥവാ കണ്ടാൽ തന്നെ അത് പുറത്ത് പറയരുത്, അത് മറച്ചു വെക്കണം. മറ്റൊന്ന് കണ്ടോ, അവരെ നിങ്ങൾ സൂക്ഷിക്കുക, അവരെ നിങ്ങൾ സൂക്ഷിക്കുക. പക്ഷെ അൽഹംദുലില്ലാഹ് ഈ ബുക്ക് എഴുതിയ ആള് അവസാനം വഹാബിയായിട്ടാണ് മരിച്ചു പോയത്. ഈ പുസ്തകം എഴുതിയ ആള് പിന്നെ വഹാബിയായി. അവിടെ എഴുതി വിട്ട ഒരു കാലത്ത് അപ്പുറപ്പുറം ആലോചിക്കാതെ ആ എഴുതിയ സാധനമൊക്കെ പെട്ടെന്ന് തെരഞ്ഞു പിടിച്ച് വായിച്ചു നോക്കുമ്പോൾ മനസ്സിലായത് ഇത് കോട്ട് ചെയ്തൊന്നും ശരിയല്ല, ഒറിജിനൽ മറ്റൊന്നാണ്. കണ്ടോ സഹോദര, ഇങ്ങനെ ആരാണോ ഈ അന്ധവിശ്വാസങ്ങൾക്കെതിരെ അനാചാരങ്ങൾക്കെതിരെ ശബ്ദിക്കാൻ മുന്നോട്ട് വരുന്നത് അവരൊക്കെ അടച്ചാക്ഷേപിച്ച് അരിക്കാക്കി മാറ്റി ഒരു നിലക്കും അടുക്കാൻ പറ്റാത്ത രൂപത്തിലേക്കാക്കി മാറ്റുക. അപ്പോഴാ മറ്റേ ചങ്ങാതി ഞാൻ ആധാറുമായി ലിങ്ക് ചെയ്യണം. ഒന്നൊരു ആധാർ അടിയാധാരം ഉള്ളോ പറയണമെങ്കിൽ തിരക്കിടില്ല, അടിയാധാരം ഇല്ല, ഒരാധാരം ഇല്ലാത്തവനാ പറയണത് ആധാറുണ്ടോന്ന്. ഈ കണ്ടു കാണപ്പെട്ട പറയപ്പെട്ടത് മുഴുവനും വാരിപ്പൊതിച്ച് നടക്കുന്ന എല്ലാ ബിദ്അത്തും എല്ലാ ശിർക്കും എല്ലാ ഖുറാഫാത്തും എമ്പാടുമായി ജീവിക്കുന്ന മനുഷ്യന്മാരാ പറഞ്ഞത് ഇവരെ തൗഹീദ് ലിങ്ക് ചെയ്യണം. സഹോദരങ്ങളെ, പറയുന്നവർക്ക് എന്തും പറയാമല്ലോ. ആവട്ടെ, ഏതായിരുന്നാലും ശരി, റഹ്മാനായ റബ്ബിന് മാത്രമാണ് ഖുദ്റത്തുള്ളത്, അവന് മാത്രമാണ് അദൃശ്യജ്ഞാനമുള്ളത്, അവന് മാത്രമാണ് അഭൗതികമായ സിദ്ധിയുള്ളത്. അതിനപ്പുറത്ത് ഒരു സൃഷ്ടിക്കും അത്തരം സിദ്ധി ഇല്ലേ ഇല്ല. അത് ഉണ്ടെന്ന് സ്ഥാപിക്കാനാ മുഴുവൻ ചൂഷകന്മാരും ഒന്നാമതായി ശ്രമിക്കുക. അതിന് കള്ളക്കഥയുമായി വരും, സ്വപ്ന കഥകളുമായി വരും, കെട്ടുകഥകൾ പ്രചരിപ്പിക്കപ്പെടും, ഉള്ളതിൽ തന്നെ വെള്ളം ചേർത്ത് കൊണ്ടുവരും. അതൊക്കെ സൂക്ഷിക്കുക, എങ്കിൽ രക്ഷപ്പെടാം. റഹ്മാനായ റബ്ബിനെ മാത്രം പേടിച്ച് അവനിലേക്ക് മാത്രം എല്ലാം സമർപ്പിച്ച് അവനോട് മാത്രം പ്രാർത്ഥിച്ച് അവനോട് മാത്രം സഹായം തേടി അവന് മാത്രം നേർച്ചകളും വഴിപാടുകളും സമർപ്പിച്ച് അവൻ്റെ പേരിൽ മാത്രം ബലിയർപ്പിച്ച് അവൻ്റെ പേരിൽ മാത്രം സത്യം ചെയ്ത് ഇബാദത്തിന്റെ മുഴുവൻ അംശങ്ങളും റഹ്മാനായ റബ്ബിന് മാത്രം സമർപ്പിച്ചുകൊണ്ട് അവൻ ഇട്ടദാസന്മാരായി മുത്തഖീങ്ങളായി ജീവിച്ചു മരിക്കാൻ നാം പരിശ്രമിക്കുക. അല്ലാഹു തആല തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. ഇൻഷാ അല്ലാഹ് ഇതിന്റെ ബാക്കിയായി ഏതാനും ചില കാര്യങ്ങൾ തുടർച്ചയെന്നോണം ബഹുമാനായ സഹപ്രവർത്തകൻ ഫദ്ൽ ഹക്ക് ഉമരി ഇവിടെ വിശദീകരിക്കും. അതുകൂടെ നമ്മളൊക്കെ ശ്രദ്ധിക്കുക.
പഠന വിധേയമാക്കുക. ഈ വിഷയത്തെ വിശദമായി പഠിക്കാൻ ഇനിയുള്ള നാളുകളെ നമ്മൾ ഉപയോഗപ്പെടുത്തുക. ഒരു അന്ധവിശ്വാസിയെയും ഒരു അന്ധവിശ്വാസവുമായും ഇസ്ലാമിൻ്റെ പേരിൽ വരാൻ സമ്മതിക്കില്ല എന്ന ഉറച്ച പ്രതിജ്ഞയോടെ ദഅ്വാ രംഗത്ത്, പ്രബോധന രംഗത്ത് നാം ശക്തമായി ഇറങ്ങുക. നമ്മുടെ ദൗത്യം അതാണ്. അസ്വാരസ്യങ്ങളോ വിവാദങ്ങളോ അതൊന്നും ദഅ്വത്തിൽ നിന്ന് പിറകോട്ട് പോകാനല്ല നിമിത്തമാകേണ്ടത്. ഒരുപക്ഷെ വിവാദമുണ്ടാക്കുന്നവർക്ക് ചില പ്രത്യേകമായ അജണ്ട ഉണ്ടായേക്കാം. സംഘടനാ രംഗത്ത് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ആളുകൾക്ക് സ്വാർത്ഥമായ താല്പര്യങ്ങൾ ഉണ്ടായേക്കാം. അത്തരം ആളുകളെ സ്വാർത്ഥതയ്ക്ക് വേണ്ടി നമ്മുടെ പരലോകം നഷ്ടപ്പെടുത്താതിരിക്കുക, മറ്റൊരാൾ ദുനിയാവിന് വേണ്ടി നമ്മുടെ ദീനെ കളയാതിരിക്കുക. ഏറ്റവും വലിയ നഷ്ടക്കാരൻ അതാണ് എന്നാണ്. മറ്റൊരുത്തന്റെ ദുന്യാവിന് വേണ്ടി സ്വന്തം പരലോകം വിറ്റു തുളച്ചവൻ അവൻ ആ നട്ടക്കാടെന്നാണ്. എന്തിനാണ് നമ്മൾ പരലോകം കളയുന്നത്? അവന്റെ ദുന്യാവിന് വേണ്ടി, അവന്റെ സ്ഥാനം നിലനിർത്താൻ വേണ്ടി, അയാൾ തന്നെ ആ സീറ്റിൽ ഇരിക്കാൻ വേണ്ടി നമ്മുടെ പരലോകം കളയാ ചെയ്യല്ല സഹോദര. നമ്മുടെ ദൗത്യം പ്രധാനപ്പെട്ടതാണ്. ഇത്തരം ശിർക്കുകൾ, ബിദ്അത്തുകൾ, ഖുറാഫാത്തുകൾ അത് ന്യായീകരണവുമായി അതാണ് ശരിയെന്ന് സ്ഥാപിക്കാനുള്ള ശ്രമങ്ങളുമായി ഇത്തരം ആളുകൾ രംഗത്ത് വരുമ്പോൾ അവിടെ കൈമൈ മറന്ന് ഇറങ്ങി പുറപ്പെട്ട് തൗഹീദിന് വേണ്ടിയുള്ള പരിശ്രമങ്ങൾ നമ്മുടെ ബാധ്യതയാണ്. നാം അത് ഏറ്റെടുക്കുക. ബാക്കി വിവാദങ്ങൾ അതിൻ്റെ വഴിക്ക് പോകട്ടെ. അതാണ് വിസ്ഡം ഗ്ലോബൽ ഇസ്ലാമിക് മിഷനും ഇപ്പോൾ വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷനും ഒക്കെ കഴിഞ്ഞ 5 വർഷങ്ങളിലായി ഇവിടെ ആ മുജാഹിദ് പ്രസ്ഥാനത്തിനെ തുടർച്ച ഏറ്റെടുത്തുകൊണ്ട് പ്രബോധന മേഖലയിൽ ഇറങ്ങി തിരിച്ചത്. വാദപ്രതിവാദങ്ങളായും മുഖാമുഖങ്ങളായും ഖണ്ഡനങ്ങളായും മറ്റു വ്യത്യസ്തങ്ങളായ ദഅ്വാ സംരംഭങ്ങളായും വിശ്രമമില്ലാത്ത അധ്വാനമാണ് ഇതിന്റെ പ്രവർത്തകന്മാരും ഇതിന്റെ നേതാക്കന്മാരും ഇതിന്റെ പണ്ഡിതന്മാരും ഈ കഴിഞ്ഞ വർഷങ്ങളിൽ നിർവഹിച്ചത്. റബ്ബിന്റെ വജ്ഹ് മാത്രം കാംക്ഷിച്ചുകൊണ്ട് അല്ലാഹു തആല സ്വീകരിക്കുമാറാവട്ടെ. ഇനി തൗഹീദ് പറയാൻ ഇവർക്കാകില്ല എന്ന് ആരൊക്കെ സമാധാനപ്പെട്ടാലും ശരി, അതൊക്കെ കേവലം സമാധാനം എന്നല്ലാതെ ഈ കഴിഞ്ഞ വർഷങ്ങൾ അത് തെളിവാണ്. തൗഹീദ് പറയാൻ ആര് നിർത്തിപ്പോയാലും മറ്റൊരു ടീം ഇവിടെ പകരമുണ്ട്. ഒരു സംവിധാനം തകർന്നു പോകുമ്പോൾ മറ്റൊരു സംവിധാനമുണ്ട്. അന്യായമായ ഏതെങ്കിലും ചെറിയ ചെറിയ വിഷയങ്ങളുടെ പേരിൽ ഒരു സംവിധാനത്തെ മൊത്തം ഇല്ലാതാക്കാൻ തൽപര കക്ഷികൾ ശ്രമിച്ചാൽ അതിനുവേണ്ടി ഐക്യമോ അനൈക്യമോ എന്തുപയോഗിച്ചുകൊണ്ടാണെങ്കിലും ശരി ഒരു വലിയ മഹാപ്രസ്ഥാനത്തെ, ഒരു വലിയ സംരംഭത്തെ തച്ചു തകർക്കാൻ ഒരു വിഭാഗം ശ്രമിക്കുമ്പോൾ മറുഭാഗത്ത് സമാനമായി അല്ലാഹു തആല മറ്റൊരു സംവിധാനത്തെ കൊണ്ടുവരുമെന്ന വാഗ്ദാനമാണ് ഇവിടെ യാഥാർത്ഥ്യമാകുന്നത്. അതുകൊണ്ട് തന്നെ അത്തരം ഇരുട്ടിന്റെ ശക്തികൾ, അത്തരം ശിർക്കിന്റെ പ്രചാരകർ, അത്തരം അന്ധവിശ്വാസത്തിന്റെ പ്രചാരകർ സമാധാനമടയേണ്ടതില്ല. ദഅ്വാ രംഗത്ത് അതിശക്തമായി ആദർശ സ്നേഹികളായ മുജാഹിദുകൾ എന്നുമുണ്ട്. റബ്ബിന് തൗഫീഖ് ഉണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹ് ഇനിയും ഉണ്ടാവുകയും ചെയ്യും എന്ന് കൂടി സൂചിപ്പിച്ച് തൽക്കാലം അവസാനിപ്പിക്കുന്നു. ഈ പ്രോഗ്രാമുമായി ബന്ധപ്പെട്ട് ഒരു ചെറിയ കളക്ഷൻ നമ്മൾ എടുക്കുന്നുണ്ട്. അതല്ലാതെ മറ്റു വഴികൾ നമ്മുടെ മുമ്പിലില്ല. അതുകൊണ്ട് സംഘാടകർ സമീപിക്കുമ്പോൾ ആത്മാർത്ഥമായി നമ്മളെല്ലാവരും അതിൽ സഹകരിക്കുക. അല്ലാഹു തആല നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാവട്ടെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസന വഖിനാ അദാബന്നാർ. ആമീൻ ബിറഹ്മതിക് യാ അർഹമർ റഹീമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഫാദർ ഹഖ് ഉമരിയെ ഇതിൻ്റെ ബാക്കി വിഷയം അവതരിപ്പിക്കാൻ വേണ്ടി അധ്യക്ഷന് വേണ്ടി ക്ഷണിക്കുന്നു.